ഇതൊരു അരയന്നത്തിന്റെ സാരിയാണ്. ഡിസൈൻ എങ്ങനെ കാണാണ്ട് പോകുന്നു. ഇത് പല്ലുവാണ്, ടിഷ്യൂല് ജക്കാർഡ് വർക്ക്, പ്യോർ കോട്ടൺ ആയിരിക്കും. കോട്ടൺ തന്നെയാണ് ചെയ്തത്. പ്രിന്റ് എനിക്ക് ഇഷ്ടമായി. ടെമ്പിൾ ഡിസൈൻ അല്ല, സിഗ്സാഗ് ആണ്. ഇതാണ് മെയിൻ ഹൈലൈറ്റ്. ഇത് കാണിച്ചേക്കാം. മൽക്കോട്ടന്റെ കളർ ചേഞ്ച് ആണ്. ഇത് ഹാൻഡ്ലൂമിൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ഡിസൈൻ ഇട്ടാണ് ഇതിന്റെ പല്ലു ചെയ്തേക്കുന്നത്. ജക്കാർഡ് മുണ്ടാണ്, ഇപ്പൊ ഡിസൈൻ മുണ്ടാണ് എല്ലാവർക്കും വേണ്ടത്. വെഡിങ്ങിന് എല്ലാവരും അങ്ങനെ ഉപയോഗിക്കും. അതും വെറും പ്ലെയിൻ സാരി അല്ല, സ്ട്രൈപ്സ് വരുന്ന സാരിയിൽ ചെയ്തേക്കുന്നത്. ആലിലെ പോലെ തന്നെ ചെറുതായിരിക്കും ചെയ്തേക്കുന്നത്, അത്ര വലുതല്ല. ഇതിങ്ങനെ വിരിച്ചു നിർത്തിയാലേ കാണത്തുള്ളൂ. മൾട്ടി കളറിൽ വരുന്ന സിമ്പിൾ ആണ് ഡിസൈൻ. ബോഡി ഫുൾ ഫ്ലവർ വരും. ഇതിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. 365 ദിവസം ഈ കടയുണ്ട്. ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും ഉണ്ടാവും. ബ്ലാക്ക് കോമ്പിനേഷൻ വിത്ത് മാങ്ങ ഡിസൈൻ. ഇത് ഇപ്പോഴത്തെ ഒരു ഹിറ്റ് ഡിസൈൻ ആണ് കേട്ടോ. ഈ ഒരു പല്ലക്ക് ഡിസൈൻ പല്ലുവാണ്. പല്ലുവാണെങ്കിലും പോൾക്ക വരുന്നുണ്ട്. ഈ ഡിസൈൻ ചെയ്തതൊന്നും മൽക്കോട്ട അധികം ആരെടുത്തും ഉണ്ടാവില്ല. പിന്നെ 44 മുകളിലോട്ട് വേണ്ടവർക്കാണെങ്കിൽ സൈസ് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കും. ഫുൾ ഇങ്ങനെ തന്നെ ആയിരിക്കും സാരി. പെണ്ണുങ്ങളുടെ സാരിയാ കണ്ട. എവിടെ നിന്നാലും കാണണം ഓണത്തിന് കിടക്കാം. നമുക്ക് വേണമെങ്കിൽ ഹാൻഡ്ലൂമിന്റെ സെക്ഷനിൽ ഒരു കാര്യം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങും. ട്രെൻഡ് ജക്കാർഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതൊക്കെ ഒരു ഷർട്ടിന് മാച്ച് ചെയ്തിടാൻ പറ്റിയ ടൈപ്പാണ്. ഇത് ശരിക്കും ചെയ്തേക്കുന്ന പുളിയിലക്കരയില്ല കേട്ടോ. ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ തകർക്ക. ഇപ്പൊ അതൊരു കൺഫ്യൂഷനിലാണ് നിൽക്കണത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം അല്ല നിങ്ങൾ കേൾക്കണം, നിങ്ങൾ കൂടുതൽ എന്റെ സാരിമിലേക്കാണ് നോട്ടം. ഈ സാരി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന സെറ്റ് മുണ്ട് സെറ്റ് സാരി ഓണൊക്കെ വരാൻ പോണ. അപ്പൊ മൈൻഡിൽ അത് തന്നെയാണ്. അപ്പൊ ഒന്നും ഒരു ഡൗട്ട് വേണ്ട, അപ്പൊ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തോതാ മുണ്ട് കട എന്ന് പറഞ്ഞിട്ട്. എക്സാക്ട് ലൊക്കേഷൻ ആദ്യം പറഞ്ഞുതരാം. അതുപോലെ ഒരുവിധം എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ ഇത് എറണാകുളത്തെ ഒരു ഫേമസ് കടയാണ് ഈ ഒരു കേരള ട്രഡീഷണൽ വെയർ. അവിടെ വേറെ ഒന്നും കിട്ടില്ല, ഇത് മാത്രമേ കിട്ടുള്ളൂ. ആക്ച്വലി ലുക്കും അടിപൊളിയാണല്ലോ. പുറത്തത്തെ ഒരു ആംബിയനൊക്കെ എറണാകുളത്ത് എന്ന് പറയുമ്പോൾ ഒരു സിറ്റി ഏരിയയുടെ ഇടയിൽ ഇങ്ങനെ ഒരു സ്തംഭം, ഇങ്ങനെ ഒരു കട എന്ന് പറയുമ്പോൾ. അപ്പം നമ്മൾ നിൽക്കുന്നത് എക്സൈറ്റ് എന്ന് പറയുമ്പോൾ എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലാണ്. നമ്മൾ ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇവിടെ ഒരു അമ്പലം കാണാം നമുക്ക്, ശ്രീ ഭദ്രാദേവി ക്ഷേത്രം. ഈ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ അടിയിൽ ഇവിടെ ഒരു ബോർഡ് കാണണ്ട, മുണ്ട് കട. കുറച്ചുകൂടി അടുത്തേക്ക് വന്നാലേ കറക്റ്റായിട്ട് ഒരു മുണ്ട് കട. അതുപോലെ ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ട്. ഇവർക്ക് വെബ്സൈറ്റിന്റെ ഡീറ്റെയിലൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ്. അപ്പോൾ അമ്പലത്തിന്റെ പേര് മറക്കണ്ട, ശ്രീ ഭദ്രാദേവി ക്ഷേത്രം. അതിന്റെ കുറച്ച് ഒരു 10 അടി വെച്ചാൽ മതി കേട്ടോ. 10 അടി, അധികമൊന്നും വേണ്ട. പിന്നെ ഞാൻ ഇട്ട സാരി എങ്ങനെയുണ്ട്, ഈ ലുക്ക് എങ്ങനെയുണ്ട്. സാരി മാത്രമല്ല കേട്ടോ, സെറ്റ് മുണ്ട് സെറ്റ് സാരി, കുട്ടികൾക്കുള്ളതായാലും ആണുങ്ങൾക്കുള്ള ഷർട്ട് ധോത്തി കോംബോ, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. എല്ലാവരും കൂടുതലും വരുന്നത് ഒരു കേരള ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെയാണ്. യെസ്, മുണ്ട് കട. ഇവിടെയാണ് നമ്മുടെ ഫുൾ കേരള ട്രഡീഷണൽ വെയർ. അമ്പലം ഇവിടെ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് മുണ്ട് കട വരുന്നത്. മുണ്ട് കടയിൽ വെറൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയാൻ ആളല്ല, പറയാനുള്ള ആളകത്തുണ്ട്. എല്ലാ A to Z. നമുക്ക് പവർലും വേണമെങ്കിൽ പവർലും, അതുപോലെ തന്നെ ഹാൻഡ്ലൂം വേണമെങ്കിൽ ഹാൻഡ്ലൂം, അങ്ങനെ എല്ലാ A to Z ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പം ഒന്ന് കയറി നോക്കാം നമുക്ക് എന്താ. പിന്നെ ഈ സാരിയുടെ വെറൈറ്റീനെ കുറിച്ചിട്ട് നമുക്ക് അകത്ത് ചെന്ന് കഴിയും. ഇതൊരു ഡിഫറെൻ്റ് ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഒരു പല്ലക്ക് ഡിസൈനിലാണ്, പല്ലക്കിൻ്റെ പ്രിൻ്റൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ സാരി ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബ്ലൗസ് അല്ലേ, ബ്ലൗസിനെ കുറിച്ച് ഞാൻ അകത്ത് എന്ന് പറയാം. കയറുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു നാടൻ ആ ഒരു ഫീലിംഗ് ആണ് കൂടുതൽ വരുന്നത്. ഹായ്, എന്താണ് വിശേഷം, സുഖമാണോ? ലതീഷ് കറക്റ്റ് അല്ലേ പേര് പറഞ്ഞത്? ആ, കറക്റ്റാണ് പേര് പറഞ്ഞത്. ഒരു മിനിറ്റ് അവിടെ ഇരുന്നേ. അവിടെ ഇരുന്നത് വേറെ ഒന്നുമല്ല, ഒരു തലൊന്ന് മാറ്റിയേ. അതെ, ഈ മുണ്ട് കടയുടെ അടിയിൽ ആ ഒരു നെയ്ത്തിന്റെ ഒരു അതെന്താണ് പ്രത്യേകിച്ച്? ശരിക്കും പറഞ്ഞാൽ നമ്മള് നെയ്ത്തിന്റെ ബേസ് വീവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഊടെന്ന് പറയാൻ നമ്മളത്. അത് വീവ് ചെയ്യാൻ വേണ്ടി അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കാലുകൊണ്ട് പെടൽ ചവിട്ടുമ്പോഴത്തേക്ക് നൂല് ക്രോസ് ചെയ്ത് എടുക്കുന്ന ടൈപ്പ്. അപ്പൊ അതാണ് നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. ആ ബേസ് ഉള്ള സംഭവം ഇവിടെ നെയ്ത് വെച്ചിട്ടുള്ള കുറെ ട്രഡീഷണൽ വെയർ ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോ ഒരു ട്രഡീഷണൽ ഫീൽ ആവാൻ വേണ്ടിട്ട് ഇതാ ഇങ്ങനെ ഒരു ശരിക്കും ഇതിന് എന്തോ പറയാ, മഞ്ചാടി കുരുവാണ്. ഒരു ഫാൻസി ടൈപ്പ് അങ്ങനെ രീതിയിലാണ് കണ്ടേക്കുന്നത്. പിന്നെ മഞ്ചാടി കുരു പണ്ട് തൊട്ട് ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആണ്, ട്രഡീഷണൽ ഫീൽ. മഞ്ചാടി കുരു കിട്ടൂലേ? അപ്പൊ എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം മേടിച്ചിട്ട് നമുക്ക് എന്താ ഐശ്വര്യത്തോടു കൂടി തുടങ്ങാം. ഇതൊരു എന്താ പറയാ, നമ്മുടെ ഒരു ട്രഡീഷണൽ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലുക്ക്. പിന്നെ എന്തായാലും മുണ്ടുകട നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല വരുന്നത്, എപ്പോഴും വരുമ്പോൾ
ആ ഒരു ഫീലിംഗ് ഉള്ളിൽ നിന്ന് തന്നെ വരും. നമ്മളൊരു നാടൻ, നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മളൊരു നാടനായി മാറണം ഇവിടെ വരുമ്പോ. ഇനി ഈ കടയിലത്തെ ലുക്ക് എന്ന് പറയുമ്പോ ഇവിടെയുള്ള ഐറ്റംസ് പറയുമ്പോ ഈ സൈഡിലാണെങ്കിൽ ഹാൻഡ്ലൂം സാരി, ഹാൻഡ്ലൂമിന്റെ സെക്ഷനാണ്. ഹാൻഡ്ലൂം സാരി സെറ്റും ഉണ്ട്, പിന്നെ ഇവിടെ പവർലൂം സാരി സെറ്റും ഉണ്ട്, പിന്നെ നമ്മൾ ബാലരാമപുരം കൈത്തറി ഹാൻഡ്ലൂമിന്റെ ഒരു സെക്ഷനാണ്. പിന്നെ ഈ നടുക്കിൽ പിന്നെ ഇതിനടുക്ക് സെറ്റ് മുണ്ടിൽ നമുക്ക് കുറച്ച് വെറൈറ്റി പ്രിന്റുകളും കാര്യങ്ങളായിട്ടുള്ള സെറ്റും ഉണ്ട്. ഒരു ബഡ്ജറ്റ് ആയിരിക്കും. പിന്നെ ഇതിന്റെ ഇടയിൽ ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, കാര്യമായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങള് എന്നും വന്നാലും ഇതാ ഇതുപോലെ ഒരുങ്ങി നിൽക്കും. ഇങ്ങോട്ട് വാ. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. നമ്മള് എന്നും ഇതുപോലെ, കാരണം ഒരു ട്രഡീഷണൽ ആണല്ലോ, ട്രഡീഷണൽ ആയിട്ട് തന്നെ ആയിക്കോട്ടെ. ഞാൻ എന്തായാലും പരിചയപ്പെടുത്താം കൂടുതൽ ഡീറ്റെയിൽ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. അപ്പൊ ഈ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇപ്പൊ ഓണം വരാൻ പോകണം, അല്ലെങ്കിലും 365 ദിവസം ഈ കടയുണ്ട് ഇവിടെ. ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും ഉണ്ടാവും, എപ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ നമ്മൾ കൊണ്ടുവരാനും ശ്രമിക്കാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം എന്താണ് ഓണത്തിന് സെറ്റ് മുണ്ടില് കുറച്ചും സാരീസിലാണെങ്കിലും കുറച്ച് ഡിഫറെന്റ് വെറൈറ്റീസ്, സിമ്പിൾ ആയിട്ട് കുറച്ച് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് നോക്കാം നമുക്ക് എവിടെ സാരിയിൽ തന്നെ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഞാൻ കുറച്ച് തെച്ചിട്ടുണ്ട്. ഇത് ടിഷ്യൂ സാരിയാണ്, മൾട്ടി കളറിൽ വരുന്ന സിമ്പിൾ ആണ് ഡിസൈൻ, ബോഡി ഫുൾ ഫ്ലവർ വരും. ഇത് ഹാൻഡ്ലൂം ആണ്. ഓക്കെ. ഇതിന്റെ മുന്താണിയാണ് ഇങ്ങനെ വരുന്നത്. ഇത് പക്ക ടിഷ്യൂ ടിഷ്യൂ ആണ് വരുന്നത്. ഇതിന്റെ ബോഡി ഉണ്ട് ഇങ്ങനെ സിമ്പിൾ ആയിരിക്കും, അധികം ഓവർ ഡിസൈൻ അല്ല, എല്ലാവർക്കും സിമ്പിൾ മതി. അങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്തേക്കാം. പക്ഷെ ഇത് ലോങ് ലാസ്റ്റ് ആയിരിക്കും, ഹാൻഡ്ലൂമിലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് വൺ സൈഡ് ബ്ലാക്കും മെറൂണും ആണ്, വൺ സൈഡ് മെറൂൺ ആണ് ഇതിന്റെ കര വന്നിരിക്കുന്നത്. അതുപോലെ ഫ്ലവറും ചെയ്തേക്കുന്ന 2 കോമ്പിനേഷൻ തന്നെയാണ്. 2 ആക്ച്വലി 3 കോമ്പിനേഷൻ അതോടാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറയാം. ഓണം എന്ന് പറയുമ്പോൾ സെറ്റ് സാരി സെറ്റ് ഉണ്ട്, അതിൽ തന്നെ കസവ് എന്ന് പറയുമ്പോൾ അത് മെയിൻ ആണ്. അതെ, കസവാണല്ലോ നമുക്ക് ട്രഡീഷണൽ എന്ന് പറയുന്നത് ഫുൾ കസവാണ്. പിന്നെ ഇതൊരു കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. ഇതാണ്, ഇതൊരു ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ഡിസൈൻസ് ആണ്. ഇത് പല്ലുവാണ് വരുന്നത്. ഇതിലും ഉണ്ട് ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വിത്ത് മാംഗോ ഡിസൈൻ പല്ലുവിൽ വരുന്നത്. പിന്നെ ബോർഡറും അത് തന്നെ ഉണ്ട്, ഒരു പോൾക്ക ഡോർസിന്റെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. പിന്നെ ഈ കളേഴ്സ് നിങ്ങൾ വേറെ ചോദിച്ചാലും കിട്ടൂട്ടോ. നമ്മൾ ജസ്റ്റ് കുറച്ച് കളക്ഷൻസ് എടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് മാത്രം. അതും നമുക്ക് ടിഷ്യൂല് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇപ്പൊ ഈ കാണിക്കുന്ന ഐറ്റം അല്ലാണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതും സാധിച്ചു തരും. അത് നമ്മൾ ഒരാൾക്ക് വേണ്ടിയല്ല, കൂടുതൽ വെഡിങ്ങിനൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഒരു വെഡിങ് ആയിക്കോട്ടെ, ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഏതൊരു ഒക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ തീർച്ചയായിട്ടും തീം ബേസിലായിരിക്കും ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ സാരീസിന്റെ വെറൈറ്റീസ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാണിക്കുന്ന മൊത്തം ഹാൻഡ്ലൂം, ഇതെല്ലാം ഹാൻഡ്ലൂമിന്റെ തന്നെ. ഇതും ടിഷ്യൂ ഹാൻഡ്ലൂം തന്നെയാണ്. ഇതൊരു ഡിഫറെന്റ് ആണ്, ചെക്സ് ആണ് വന്നേക്കുന്നത്, ടെമ്പിൾ ഡിസൈൻ ആണ് വന്നേക്കുന്നത്. പല്ലുവാണ് വരുന്നത്. പ്യൂർ റെഡിലാണ് ചെയ്യുന്നത്. സാധാരണ ഈ ഹാൻഡ്ലൂമിൽ റെഡ് അങ്ങനെ കളക്ഷൻ കിട്ടാറില്ല, എല്ലാവരും ചുമ്മാ ചോദിച്ചു നടക്കുന്നത്, പക്ഷെ കിട്ടില്ല. മെറൂൺ ഗ്രീൻ, അതൊരു മെറൂൺ ഗ്രീൻ ട്രഡീഷണണൽ കളർ ആയതുകൊണ്ട് എപ്പോഴും കൂടുതൽ അതായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെ അല്ലാത്ത രീതിയിൽ പിടിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം പ്യൂർ റെഡ് ആണ്, നല്ല റെഡ് ആണ്. അതെ, നല്ല റെഡില് ബോക്സിന്റെ ഡിസൈൻ ആണ്, ചെക്സിനകത്തും ടെമ്പിൾ ഡിസൈൻ ആണ്. ഇതെല്ലാം ടെമ്പിൾ ഡിസൈൻ. ഇത് ത്രെഡ് ആണെങ്കിൽ ഇത് നമുക്ക് കസവാണ് വരുന്നത്. ഇതൊക്കെ ഹാൻഡ്ലൂം ബേസ്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഫുൾ ഓവറോൾ ചെക്സ് വിത്ത് ബോർഡർ ആയിരിക്കും വരുന്നത്, ടെമ്പിൾ ഡിസൈൻ വരില്ല, ചെക്സ് വിത്ത് ബോർഡർ. ഓക്കെ, ഇത് ഉണ്ടാവില്ല, ഇത് അങ്ങനെയാണ് എല്ലാ ഹാൻഡ്ലൂം സാരിയിലും വിത്ത് ബ്ലൗസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ചെക്ക് ആണെങ്കിൽ ഞാനും ഇട്ടിരിക്കുന്നത് ഒരു ചെക്ക് തന്നെയല്ലേ. പക്ഷെ ഇപ്പൊ ഈ പ്രിന്റ് ഇത് പവർലൂം ആണ്. പ്രിന്ററിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം ബ്ലൗസ് പീസിലോട് കൂട്ടി പ്രിന്റ് ചെയ്യും. അത് എല്ലാ സാരിയിലും ചെയ്യില്ല, ചില സാരിയിൽ അങ്ങനെ ഇതില് ബ്ലൗസിലെ പ്രിന്റ് ഉണ്ടാവില്ല. ഇത് പ്ലെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ബേസിക് ചെക്സ് ആണ്. ഈ പ്രിന്റ് ഒന്ന് വന്നെടുത്തോ. ഇത് പോലത്തെ ഒരു ഹിറ്റ് ഡിസൈൻ ആണ് കേട്ടോ, ഈ ഒരു പല്ലക്ക് ഡിസൈൻ. ഇത് ഓവറോൾ ഈ ഒരു ബോർഡർ ഫുൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പല്ലു ഉണ്ട്. ഇത് കുറച്ച് കസവിന്റെ നമ്മളൊരു ഹാൻഡ്ലൂം ചെയ്യുന്ന ഒരു പാറ്റേൺ ഡിസൈൻ ഇട്ടാണ് ഇതിന്റെ പല്ലു ചെയ്തേക്കുന്നത്. ഈ ഡിസൈൻ ഹാൻഡ്ലൂമിൽ മാത്രമേ ഉള്ളൂ, പ്രിന്റ് ചെയ്തേക്കുന്നതിന്റെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആക്ച്വലി ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഒരു വേറെ കളറിൽ ഞാൻ ഒന്ന് തയ്പ്പിച്ചെടുത്തതാണ്. അപ്പൊ ഈ ബ്ലൗസ് ഞാൻ തയ്ച്ചത് വേറെ എവിടെയല്ല. നിങ്ങൾ ഇവിടുന്ന് സാരി എടുക്കുക, അതുപോലെ തന്നെ ബ്ലൗസ് തയ്ക്കാനായിട്ട് ഇതാ നമ്മുടെ കലൂര് പാറ്റേൺ സ്റ്റുഡിയോയിൽ പോയാൽ മതി. അവിടെ അടിപൊളിയായിട്ട് ബ്ലൗസും തയ്ച്ചു തരും. നിങ്ങൾ ഇവിടുന്ന് അടിപൊളിയായിട്ട് കൊടുക്കില്ലേ? ഇവിടെ അടിപൊളിയായിട്ട് ബ്ലൗസ് ആയാലും സെറ്റ് മുണ്ടായാലും എന്ത് ഐറ്റംസ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയാലും ബ്ലൗസ് തയ്ക്കാൻ ഓൾറെഡി ഇതിന്റെ കൂടെയുള്ള ബ്ലൗസ് ഉള്ള അഡീഷണൽ ബ്ലൗസ് ഇല്ല. അല്ല, അത് നമുക്ക് തയ്ക്കാൻ അങ്ങോട്ട് പോകും. അപ്പൊ ഒന്നുകൂടി വെറൈറ്റി. അതുപോലെ തന്നെ സാരിയും അടിപൊളിയായിട്ട് നമുക്ക് ഉടുത്ത് നല്ല ഭംഗിയിൽ നിൽക്കാൻ പറ്റും. കോട്ടൺ നല്ല സൂപ്പർ പ്ലെയിൻ കോട്ടൺ ആയിരിക്കും വരുന്നത്. എനിക്ക് ഈ പ്രിന്റ് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഈ പ്രിന്റ് അല്ലാണ്ട് ഇവർക്ക് ഒരുപാട് പ്രിന്റ്സ് ഉണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. ഇത് ഞാൻ ഉടുത്തിരിക്കുന്നത് പവറിലും. ഇനി ഹാൻഡ്ലൂമിൽ ഇതും ഡിഫറെന്റ് ആണ്. ഇതൊരു അരയണ്ണത്തിന്റെ സാരിയാണ്. ഇതുണ്ട്
കോട്ടണിലാണ് കോട്ടണിലാണ് വരുന്നത്. ഇത് പല്ലുവാണ് വന്നേക്കുന്നത്. ഇത് ബോഡിയിൽ ഇങ്ങനെ വരും. അല്ലേ അതെ. നമ്മുടെ എന്താ പറയാ അരയന്നം. അതില് ഫുൾ ബോഡി ഇങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓവറോൾ ഉണ്ട് അല്ലേ? ഓവറോൾ ഉണ്ട് ഉണ്ടോ? ഇതിപ്പോ ഒരു പുതിയത് കഴിഞ്ഞ പ്രാവശ്യം താമരയാണെങ്കിൽ കഴിഞ്ഞ ലോട്ടസ് ആണ്. ഈ പ്രാവശ്യം അത് അരയന്നം, അങ്ങനെ കുറച്ച് ഡിസൈനിൽ ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഓണാണെങ്കിൽ ഈ പ്രാവശ്യം എന്താ അരയന്നം. അപ്പൊ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു പിന്നെ ഹാൻഡ്ലൂമിന്റെ ക്വാളിറ്റി വെയിറ്റ് കുറഞ്ഞ സാരീസ് ആയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു, എല്ലാത്തിനും വെയിറ്റ് കുറവായിരിക്കും. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അന്ന് ഇതിന് വെയിറ്റ് ഉണ്ടെന്നല്ല പറയണത്, പക്ഷെ വെയിറ്റ് കുറവാണ്. അതിനും വെയിറ്റ് കുറവാണ്, പക്ഷെ അതിനെക്കാട്ടിൽ വെയിറ്റ് കുറവായിരിക്കും ഇതിന്. അതെ. ഇതൊരു ഡിസൈൻ, ഡയമണ്ട് ഡിസൈൻ എന്ന് പറയും. ഇപ്പം എല്ലാവരും ആൾക്കാർ ചോദിക്കുന്നത് സിമ്പിൾ ആണ് ചോദിക്കുന്നത്. ഡിസൈൻസ് ഉണ്ടോ? ഫുൾ ബോഡിയിൽ സിമ്പിൾ ഡിസൈൻ ചെയ്തേക്കണം. അത് കാണുമ്പോൾ നമുക്ക് ഫുൾ ഓവറോൾ തോന്നും, പക്ഷെ അത് കൊടുത്തു വരുമ്പോൾ ഇങ്ങനെ ഒരു സിക്സാഗ് മോഡൽ തന്നെ വരുന്നതാണ്. ഫുൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ്ലൂമിൽ പ്രത്യേകിച്ച് അങ്ങനെ പ്രിന്റ് ഉണ്ടാവില്ല കൂടുതൽ. ഹാൻഡ്ലൂമിൽ പ്രിന്റ് അല്ലേ, വീവിംഗ് ആയിരിക്കും വരുന്നത് കൂടുതൽ വരുന്നത്. ഇനി ഇതിന്റെ മുന്താണി സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഓവറോൾ. അത് തന്നെയല്ലേ? ഇങ്ങനെ തന്നെയാണ് ഫുൾ. ഓക്കെ, ഇതാണ് ഓവറോൾ ഫുൾ വരുന്നത്. ഇതും റെഡിലാണ് ചെയ്തേക്കുന്നത്. റെഡും വേറൊരു കളർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുവരെ ഒരു ഹിറ്റ് ഡിസൈനും കൂടിയാണ് ഇവര് സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാ ഡിസൈനും ഡിഫറെന്റ് ഒരു ഡിസൈൻ ആയിരിക്കും വരുന്നത്. പിന്നെ ഇതൊരു വാവ് ടിഷ്യൂ ആണ്. ആലില അല്ല, അതിന്റെ ചെറിയൊരു ഇല. ആലില പോലെ തന്നെ ചെറുതായിരിക്കും ചെയ്തേക്കുന്നത്, അത്ര വലുതല്ല. അതെ. സാധാരണ ആലിലയൊക്കെ വരുന്നത് നമ്മള് പവർലൂം പ്രിന്റിലാണ് വരുന്നത്. ഇത് ടിഷ്യൂലാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ കണ്ടോ നിങ്ങൾ? മെറൂൺ വിത്ത് ഗ്രീൻ. ഈ ഗ്രീനില് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇത് ഒലീവ് ഗ്രീൻ ടച്ച് ആണ്. ട്രഡീഷണൽ ഗ്രീനില്ല, ബോട്ടിൽ ഗ്രീൻ, ആ ടൈപ്പ് അല്ല ഇത് വന്നേക്കുന്നത്. ഇത് ലുക്ക് കണ്ടോ? പിന്നെ ഇതിന്റെ റേറ്റ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? ഒന്ന് സ്ക്രീനിൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. അത് കൂടാണ്ട് ഇവർക്ക് വേറെ ഓൺലൈൻ വെബ്സൈറ്റ് നമ്പർ ഉണ്ടാവും. നമ്മുടെ നമ്പറിലോട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഇതിന് വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തരാം. നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന അല്ലാതെ കുറച്ച് വേറെ ഡിസൈൻസും ഉണ്ട്, അത് നമുക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എനിക്കിത് ഇഷ്ടമായി. ഈ പ്രിന്റ് ആക്ച്വലി വീവിംഗ് ആണ്, പ്രിന്റ് അല്ലാതെ. വീഡിയോയിൽ നിങ്ങൾ എത്ര ഇപ്പൊ കാണിച്ചാലും ചിലപ്പോൾ ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുകയാണെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് അതിൽ ഓട്ടോ ഓപ്ഷൻ ഉണ്ട്. അതിൽ സെറ്റിംഗ്സിലായിട്ട് ഹൈ പിക്ക് എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമാണ് ഇതിന്റെ ഒന്നുകൂടി കറക്റ്റ് അറിയാൻ പറ്റുക. ചിലർക്ക് അറിയില്ല, അപ്പൊ ക്ലാരിറ്റി ഇല്ലല്ലോ, ഇത് കാണാൻ ഭംഗിയില്ലല്ലോ. അങ്ങനെയല്ല, ഫോണിൽ സെറ്റിംഗ്സിലൊന്നും മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ലുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവർക്കല്ല. പിന്നെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് വീഡിയോ കോൾ ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ടുള്ള ലുക്ക് കാര്യങ്ങൾ കാണിച്ചിട്ട്. ഇത് ജസ്റ്റ് ഒരു കുറച്ച് ഗ്ലിംസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നിങ്ങളെ ബഡ്ജറ്റ് പറഞ്ഞാൽ മതി. ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഒരാൾ വിളിച്ച്, ഒരു കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ ആ മാം അല്ലെങ്കിൽ സാറിന് അവരുടെ ഒരു റേഞ്ച് ഉണ്ടാവുമല്ലോ. സോ ആ റേഞ്ചിൽ അനുസരിച്ച് നമുക്ക് സാരീസ് കൊടുക്കാൻ പറ്റും. പിന്നെ റീറ്റെയിൽ മാത്രമല്ല, ഹോൾസെയിലും ഇവർ ചെയ്യുന്നുണ്ട്. രണ്ടും ഉണ്ട്. ഇനി നമ്മുടെ സെറ്റും ഉണ്ട്. ബ്രൈഡലിന് തന്നെ. പക്ഷെ ഇപ്പൊ നമ്മളൊരു വെറൈറ്റി ആണ്, സിഗ്സാഗ് മോഡൽ. ഇത് കണ്ടോ? ടെമ്പിൾ ഡിസൈൻ അല്ല, സിഗ്സാഗ് ആണ്. ഇതാണ് മെയിൻ ഹൈലൈറ്റ്. എപ്പോഴും ടെമ്പിൾ ഡിസൈൻ ആണ് ഇങ്ങനെ. ഇത് പക്ഷേ ഇത് സിഗ്സാഗ് മോഡലാണ് വന്നേക്കുന്നത്. അതെ, നോർമൽ വിട്ടിട്ട് ഒരു ഡിഫറെന്റ് ആണ് ഈ പ്രാവശ്യം മുണ്ടുകട കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, ഇത് ടിഷ്യൂല് തന്നെയാണ്. ഇതിന് പല്ലു ഇങ്ങനെ തന്നെയാണ് വരുന്നത്. കണ്ടോ? ഓവറോൾ ഇങ്ങനെ തന്നെ പല്ലു ഇങ്ങനെ തന്നെ. പക്ഷെ കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ അതല്ല, ഉടുത്ത് വരുമ്പോഴേ ശരിക്കും അതിന് ഭംഗി അറിയുള്ളൂ. ഇത് കണ്ടോ? ഇത് ഉടുത്ത് ഇങ്ങനെ വരും. കണ്ടോ? പിന്നെ ലൈറ്റ് വെയിറ്റ് കൂടിയാണ്. അതെ, വെയിറ്റ് ഉണ്ടാവും. ടിഷ്യൂ ആണെങ്കിലും വെയിറ്റ് ഇല്ല ഇതിന്. സാധാരണ ടിഷ്യൂ നല്ല വെയിറ്റ് ആയിരിക്കും. പിന്നെ ഈ കസുവിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിന് 2-3 ക്വാളിറ്റി ഉണ്ട്. അത് എങ്ങനെയാണ്? ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗോൾഡിൽ തന്നെ ചെയ്തേക്കുന്നതായിരിക്കും. അത് നമ്മൾ ബൈ ഓർഡർ മാത്രമായിരിക്കും ചെയ്യുന്നത്. പിന്നെ അതിന്റെ ക്വാളിറ്റി അതിന്റെ താഴെ വരുന്ന ക്വാളിറ്റിയാണ് ഇത് വരുന്നത്. ഇപ്പൊ ഈ കയ്യിൽ വരുന്നത്. പിന്നെ ഉള്ളത് പവർലൂം ക്വാളിറ്റി. പിന്നെ പവർലൂം ക്വാളിറ്റിയിലോട്ട് താഴോട്ട് പോകും. പിന്നെ ചീപ്പർ ആയിട്ട് വരും. പിന്നെ ഇതില് പവർലൂമിൽ തന്നെയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന കസവ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പെട്ടെന്ന് ബ്ലാക്ക് ആയി പോവില്ല. പക്ഷെ ബ്ലാക്ക് ആയി പോവില്ലെന്നല്ല പറയുന്നത്, ബ്ലാക്ക് ആയി പോവും പവർലൂമിൽ വരുന്ന കസവ്. പക്ഷെ ഇത് കുറച്ച് ലൈഫ് ഉണ്ടാവും. ഹാൻഡ്ലൂമിൽ വരുന്നതിൽ ലൈഫ് ഉണ്ടാവും. ഹാൻഡ്ലൂം ആയതുകൊണ്ട് അല്ലേ? അത് അടിപൊളി ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഒരു എന്താ പറയാ, ഹിറ്റ് ഡിസൈൻ ആണ്. പിന്നെ എവിടെയും കാണാത്ത ഒരു ഡിസൈൻ ആയിരുന്നു ആ ഒരു സിഗ്സാഗ് മോഡൽ. ഇത് ഇറക്കിണ്ട്. ഇതും അരയന്നത്തിന്റെ ഒരു സെറ്റും ഉണ്ടാണ്. ഇതില് ഇവിടെയാണല്ലേ ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഫിനിഷിംഗ് ആണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ സാരിയിൽ ചെയ്തില്ലേ, അതേപോലെ തന്നെ ആ സാരി ബോഡി ഫുൾ അല്ലേ ചെയ്തത്. ഇത് ബോർഡർ മാത്രം ആയിട്ട് ചെയ്തേക്കും. കുറച്ച് വലുതാക്കി ചെയ്തു. മറ്റേത് കുറച്ച് ചെറുതായിരുന്നു. ഇത് സെറ്റുമുണ്ടിൽ ബോർഡർ മാത്രം ചെയ്യുമ്പോൾ ഇച്ചിരി വലുതാക്കി ചെയ്യണം, എന്നാൽ ആ ഡിസൈൻ അറിയുള്ളൂ. പിന്നെ ഇത് എത്ര വലുതാക്കണം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അവര് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. എന്തായാലും
ടിഷ്യൂല് സെറ്റ് മുണ്ടിലൊക്കെ എനിക്ക് സെറ്റ് മുണ്ട് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല, അതിനേക്കാളും കൂടുതൽ സെറ്റ് സാരി കൊടുക്കാനേ. ഇപ്പൊ ഇത് കാണുമ്പോ എനിക്ക് സെറ്റ് മുണ്ടിനോട് ഒരു പ്രിയം, ഒരു ഇഷ്ടം. ഇതതുപോലെ തന്നെ ഒരു ഗ്രീൻ വെച്ചിട്ട് ഒരു ഫ്ലവർ പോലെ ചെയ്തേക്കുന്നതാണ്. ഇത് ഇങ്ങനെ ഒരു പൊടിക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ഡിസൈൻ നമുക്കറിയാം. കണ്ടോ, ഇതാണ് ആക്ച്വൽ ഡിസൈൻ വരുന്നത്. അപ്പൊ സെറ്റ് മുണ്ടില് ഇതിനൊക്കെ നമുക്ക് ലെങ്ത് ഒക്കെ എത്ര ഉണ്ടാവും? ഇപ്പൊ 2.8 ആണ് എല്ലാം വരുന്നത്. ഇപ്പൊ ചെറുത് വേണമെന്ന് പറയുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം. നമ്മുടെ വണ്ണത്തിനനുസരിച്ചിട്ട് വേണമെങ്കിലും, അതല്ല ഡിസൈൻ മാത്രമല്ല വണ്ണത്തിനനുസരിച്ചിട്ട് വരും ചെയ്തു കൊടുക്കാം. ഒരു 3.25 മീറ്റർ വരെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ പോരെ, ഇനി എന്ത് വേണം? പിന്നെ ഇത് ഈ ഒരു സെറ്റ് മുണ്ട് എന്ന് പറഞ്ഞാൽ സാരിയിലായിരിക്കും ശരിക്കും ബോഡിയിൽ ഡിസൈൻ വരുന്നത്. ഇത് സെറ്റ് മുണ്ടിനകത്ത് നമ്മൾ ബോഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വേറെ വെറൈറ്റി ആണ്, സാധാരണ കാണാറില്ല. സാധാരണ അല്ലെങ്കിൽ പ്രിന്റ് ആയിരിക്കും വരുന്നത്. ഹാൻഡ്ലൂമിലൊന്നും ബോഡിയിൽ ഡിസൈൻ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം അതൊരു വെറൈറ്റി ആയിട്ട്. പക്ഷെ അപ്പൊ ഡിസൈൻ കയറുന്നതിനനുസരിച്ച് കുറച്ച് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. അത് റേറ്റ് ഒന്ന് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ ഡിസൈൻസ് ഇതിന്റെ വേറെ ഓപ്ഷൻസ് ഉണ്ടോ? അതുപോലെ ഹാൻഡ്ലൂം അല്ല ഞങ്ങൾക്ക് പവർലൂം മതി അങ്ങനെ പറയുകയാണെങ്കിൽ അതിനും ഒരുപാട് ഓപ്ഷൻ ഉണ്ടോ? ഈ ഒരുപാട് ഓപ്ഷൻ ഉണ്ടെന്ന് പറയാനുള്ള റീസൺ വേറെ ഒന്നും തന്നെയല്ല, മുണ്ടുകട ഇവിടെ കസവ് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ കാണിച്ചില്ല, ഞാൻ ഇപ്പൊ അതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മളിപ്പോ ഗ്രീൻ കണ്ടില്ലേ, അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെയൊന്നും ഉടുക്കാനുള്ളതല്ല, ഇങ്ങനെയാണ് വെക്കാനുള്ളതാണ്. കണ്ട, അത് ശരിക്കും ബോർഡറിനകത്തൊരു റെഡ് വരുന്നത്, അത് ഹൈലൈറ്റിംഗ് ആണ് ഇതിലെ ഈ ഒരു റെഡ് പോഷൻ. ഞാൻ പറഞ്ഞ അവിടെ വെച്ച് കാണിക്കാനുള്ളതല്ല, ഇതൊക്കെ ഇങ്ങനെ ഉടുത്ത് ഇങ്ങനെ അത് ശരിക്കും എന്നാലേ എടുത്താലേ അറിയത്തുള്ളത് കറക്റ്റ് ആയിട്ട് ആ ഒരു ബ്ലൗസിന് മാച്ച്. ഞാൻ അതിന്റെ ഒരു കളർ ചേഞ്ച് കാണിച്ചു തന്നെ, എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ കാണിച്ചു തന്നാണ്. ഇത് സെറ്റ് മുണ്ടിൽ വരുന്നില്ല. ആക്ച്വലി നമുക്ക് ഹാൻഡ്ലൂമിൽ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ നമുക്ക് സെറ്റ് മുണ്ട് സെറ്റ് സാരിയുടെ ഒക്കെ ഒരു 2000 റേഞ്ച് ആണ് സാരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ്ലൂമിലാണ് 1500 ആ റേഞ്ച്. അത് വരും, കാരണം ഹാൻഡ്ലൂം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പോൾ അത്രയും ഡിഫിക്കൽട്ട്, അതിന്റെ പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടാണ്. അതെ, പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സിൽവറിൽ ഇതുപോലെ ചെക്സ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് ഗോൾഡ് ആക്കി. ബ്ലാക്ക് ആൻഡ് സിൽവർ ആയിരുന്നു ബ്ലാക്ക് ആൻഡ് സിൽവർ ആയിരുന്നു. ഈ പ്രാവശ്യം ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആക്കി. സെറ്റുമുണ്ട് ഫുൾ ചെക്സിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പോൾക്കൊക്കെ ഇട്ടാണ് ചെയ്തിരുന്നത്. ഈ പ്രാവശ്യം നമ്മളത് ഗോൾഡിലോട്ട് മാത്രം, പോൾക്കൊന്നുമില്ല, ചെക്സ് ആക്കി. ഇതും ഹാൻഡ്ലൂം തന്നെയാണ്. ഹാൻഡ്ലൂം തന്നെയാണ്, പ്യുവർ കോട്ടൺ ആയിരിക്കും. കോട്ടൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വെയിറ്റ് ഉണ്ടാവില്ല. ഇത്രയും വീതി വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ചെയ്യുമ്പോൾ വെയിറ്റ് ഉണ്ടാവില്ല. കസിന്റെ വീതിക്ക് അനുസരിച്ചിട്ടാണ് വെയിറ്റ് കൂടുതൽ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എത്ര 10 ഇഞ്ച് 12 ഇഞ്ച് വരെ ഒക്കെ ആയാലും ചെയ്യും. 7-8 ഇഞ്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ചെയ്യിപ്പിച്ചെടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 365 ഡേയ്സ് ഇവർക്ക് സെയിൽ ഉണ്ട്, ഇവർക്ക് കച്ചവടം ഉണ്ട്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഓണം വിഷു ഒന്നും അല്ല ഇവർക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു ചോറൂണായാലും കല്യാണം, ഇത് ഓണം കഴിയുമ്പോൾ കല്യാണത്തിന്റെ സീസൺ വരും, പിന്നെ ഉത്സവ സീസൺ വരും. അതിനൊക്കെ സെറ്റുമുണ്ട്, സെറ്റ് സാരി, അങ്ങനെ പല ഇത് ഉണ്ടാവുമല്ലോ. പിന്നെ വെഡിങ് ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വെഡിങ്ങിന്റെ മുണ്ട് കാര്യങ്ങൾ, വെഡിങ്ങിന്റെ സെറ്റുമുണ്ട്, സെറ്റ് സാരി, ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. കൊടുക്കണത് മാത്രമല്ല, പിന്നെ ഓരോ ഫംഗ്ഷനായാലും എല്ലാവർക്കും തീം അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അത് ഞാൻ എടുത്തെടുത്ത് പറയാണ്. പിന്നെ ഞാൻ നേരത്തെ ആ പോസ്റ്റ് ഇവിടെ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ പുറത്ത് കണ്ട ഒരു പോസ്റ്ററാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ വന്നിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കിക്കോ. ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട് ഇവർക്ക്, അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസിംഗിന്റെ ഫോൺ നമ്പർ അതിലും തന്നെ കൊടുത്തിട്ടുണ്ട്. മുണ്ട് കട എന്നുള്ളതാണ് പേര്. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനെ കുറിച്ച് ഞാൻ എല്ലാ പ്രാവശ്യം ചോദിക്കാറുണ്ട്, എന്നാലും ഒന്നുകൂടി ചോദിക്കുക, ഇതൊക്കെ ആരാ നിക്കുന്നത്? ഒന്ന് പ്രചോദ്, ഒന്ന് ടിനി ടോം, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇതെന്താ അവരുടെ ഒക്കെ ഫോട്ടോസ്? നമ്മൾ മുണ്ട് നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരു TV പ്രോഗ്രാമിന് വേണ്ടി. ഇവരുടെ ഒക്കെ TV ഷോ ഒക്കെ വരില്ലേ? അപ്പൊ ഈ ഏഷ്യനെറ്റ് ആയാലും സൂര്യ മറ്റേ അങ്ങനത്തെ കുറെ പ്രോഗ്രാംസ്, കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഇവര് ഇതുപോലെ തന്നെ സെലിബ്രിറ്റീസിനൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമനുസരിച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയും ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ അവിടെ പോസ്റ്ററായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ഇനി ലോട്ടസ് നമ്മൾ ലോട്ടസ് പറഞ്ഞത് കൊണ്ട് ഞാൻ ലോട്ടസ് എടുത്തത്. ഇത് സെറ്റുമുണ്ട് ചെയ്തേക്കുന്നത് ഫുൾ ബോഡിയിൽ തന്നെ ലോട്ടസ് ചെയ്തേക്കുന്നതാണ്. ലോട്ടസിന്റെ അതും ഫുൾ ബോഡിയിൽ ഗ്രീനും മെറൂണുമാണ് ചെയ്തേക്കുന്നത്. ഇത് മുന്താണിയിലും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുള്ള വർക്ക് ലോട്ടസ് തന്നെയാണ് ചെയ്തത്. ഫുൾ ബോഡിയിലും അങ്ങനെ തന്നെയായിരിക്കും. ഈ വർക്കിന് പക്ഷെ ബോർഡർ സാധാ പ്ലെയിൻ ബോർഡറാണ്. ഇതുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ബോഡിയിലെ ഡിസൈൻ എടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബോർഡർ പ്ലെയിൻ ആയിട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വർക്ക് കൂടിയ ഇവിടെ കുറയും. അതല്ലേ, അപ്പൊ ഇവിടെ വർക്ക് കാണിക്കണമെങ്കിൽ ഇവിടുത്തെ എണ്ണം കുറയ്ക്കണം ഡിസൈന്. പക്ഷെ ഇവിടെ ലോട്ടസ് നന്നായിട്ട് കൂടുതലുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബോർഡർ പ്ലെയിൻ ആക്കി ചെയ്തിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ പ്രോസസ്സിങ്ങിന് അത്രയും ടൈം എടുത്തത് ചെയ്തത് കൊണ്ട്. പിന്നെ ഈ ലെങ്ത്തിന്റെ കുറിച്ചിട്ടും പറയാണ്ട്, നമ്മളിപ്പോ ഈ മീറ്റർ വൈസ് ആണ് നമ്മൾ പറഞ്ഞത്.
ലെങ്ത് വൈസ് നോക്കുമ്പോൾ ഹൈറ്റ് ഉള്ള പെണ്ണുങ്ങളും ഉണ്ടാവുമല്ലോ. അല്ല, ഇതിന്റെ മുണ്ടിന് എപ്പോഴും 52 ഇഞ്ച് തന്നെ ആയിരിക്കും ഹൈറ്റ് വരുന്നത്. അതായത് ഒരാളുടെ ഇത്ര ഹൈറ്റ് വരും, നോർമൽ ഒരാളുടെ ഇത്ര ഹൈറ്റ് വരും. അപ്പോൾ 6 അടി 6.5 അടിയുള്ള ആൾക്കാർക്കും സുഖമായിട്ട് മുണ്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നല്ല വണ്ണമുള്ളതാണെങ്കിലും 2 മീറ്റർ മുണ്ട് തന്നെയാണ് വരുന്നത്. അത് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. അല്ല, നമുക്ക് പിന്നെ കൂടുതൽ ഉടുത്തിട്ടുള്ള ശീലം ഇല്ലല്ലോ. ഇത് അതുപോലെ തന്നെ ഒരു മാംഗോ ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് സെറ്റ് മുണ്ടിൽ. ഈ മാംഗോ ഡിസൈൻ അതുപോലെ ഈ ടെമ്പിൾ ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര ചെയ്താലും അത് നമ്മൾ എപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ടെമ്പിൾ ഡിസൈൻ, മാംഗോ ഡിസൈൻ, പിന്നെ ഇതുപോലെ വരുന്നത് ലോട്ടസ്, അങ്ങനെയൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. അതിന്റെ മുന്തണിര ഒരു പോർഷൻ ആണ് ഈ കാണുന്നത്. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ എനിക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് ബോഡിയിൽ ഇങ്ങനെ മാംഗോ തന്നെയാണ്. ഈ ബോഡി അല്ല, ഈ ആക്ച്വലി ബോർഡർ ആണ്. ഒരു ബാവഞ്ചി സ്റ്റൈലുള്ള ബോർഡർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് മെയിൻ ഹൈലൈറ്റ് അതിൻ്റെ കേട്ടോ. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. ഇത് നമ്മുടെ ഹാൻഡ്ലൂമിന്റെ ഒരു സെക്ഷനാണ്. കാണിച്ചത് കുറഞ്ഞു പോയിന്ന് എനിക്കറിയാം, ബാക്കിയുള്ള നിങ്ങൾ വന്ന് കാണാം. ഈ കാണുന്നത് മൊത്തം ഹാൻഡ്ലൂമിന്റെ സെക്ഷനാണ്. ഇങ്ങനെ വരുന്നത് ഫുൾ ഹാൻഡ്ലൂമിന്റെ ഈ കാണുന്നത് മൊത്തം അല്ലേ. അപ്പൊ ഇതിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് നോക്കുക. കാരണം എല്ലാം കസവ് പ്ലെയിൻ കസൂല് മാത്രമാണെന്ന് പറഞ്ഞിട്ട് അതും ചെയ്തു. പിന്നെ നമുക്ക് ഈ ഹാൻഡ്ലൂമിൽ ഇപ്പം പറഞ്ഞില്ലേ, ഈ പുളിയലക്കര എന്നൊക്കെ പറഞ്ഞില്ല, നമ്മൾ ഹാൻഡ്ലൂമിൽ ചുട്ടിയൊക്കെ ഇട്ടത് ഇതൊക്കെ ചുട്ടിയൊക്കെ ഇട്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ ചുട്ടി ഇല്ലാണ്ട് ഹാൻഡ്ലൂം ചുട്ടി ഇല്ലാതെ പവർ ലൂമിൽ കിട്ടും. പക്ഷേ എക്സാക്ട് പുളിയലക്കര, ട്രഡീഷണൽ പുളിയലക്കര എന്ന് പറഞ്ഞാൽ ചുട്ടി ഇട്ട് വരുന്നതാണ്. ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. 7 കളർ നമ്മുടെ ഉണ്ടാവും. അത് എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും പുളിയലക്കര ചുട്ടി. ഈ ഒരു സെക്ഷൻ ഇത് പവർ ലൂമിന്റെ സെറ്റ് മുണ്ട് സെക്ഷനാണ് വരുന്നത്. ഇതിൽ നമ്മൾ വിഷു ആയിട്ട് ചെയ്യുന്നത് മൾട്ടി കളറിന്റെ കുറച്ച് ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, മൾട്ടി കളേഴ്സ് വരുന്നുണ്ട്. ഇതിന് പല വെറൈറ്റീസ് ഉണ്ടാവും. ഇതിപ്പോൾ ചെക്സിലാണ് ചെയ്യുന്നത്. ഇതാണ്, ഇത് ചെക്സിലാണെങ്കിലും നമ്മൾ മൾട്ടി കളർ വരുന്നത്. ഇത് ഭയങ്കര ട്രെൻഡാണല്ലേ ചെറിയ ചെക്സ് ഇപ്പൊ ട്രെൻഡ്, ഭയങ്കര ട്രെൻഡ്. ചെറിയ ചെക്കും പോരാത്തന്നെ ഈ ഒരു കോമ്പിനേഷൻ നമ്മളെല്ലാത്തിനും ഒരു വെറൈറ്റി കോമ്പിനേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പക്ഷേ കൂടുതലും നമ്മുടെ അങ്ങനെ ഉണ്ട്. എങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിസൈൻസ് നോക്കിയാൽ, കാരണം എല്ലാം അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കാണിക്കാന്ന് പറയുമ്പോൾ പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾ വരുന്ന നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വീതിയിൽ തന്നെ ഇതുണ്ട്. ഇതൊക്കെ നല്ല വീതിയുള്ള സെറ്റും ഉണ്ടാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പം ഇത്ര വീതി ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്, എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് സെറ്റ് മുണ്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഇത് സെറ്റ് മുണ്ടിന്റെ ഒരു സെക്ഷൻ ആണ് വരുന്നത്. വരാൻ നോക്കുക, ഇഷ്ടപ്പെടാ. പിന്നെ ഇത് ടിഷ്യൂവിന്റെ ഒരു മൾട്ടി കളർ. ഇത് മൾട്ടി കളറാണ് ടിഷ്യൂവിന്. ഇതുണ്ടോ, ടിഷ്യൂവിന്റെ ഒരു മൾട്ടി കളർ ഫുൾ ബോഡി സ്ട്രൈപ്സിൽ വരുന്ന ടൈപ്പ് ഓഫ് ഇതാണ് വരുന്നത്. അതുപോലെ ഇത് വരുമ്പോ മുന്താണിയുടെ പോർഷൻ. പക്ഷെ ഇവിടേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തോട്ടോ, എനിക്ക് ഇതും കൂടി ഇത് നമ്മുടെ റോസ് ഗോൾഡ്, കോപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ ആ ടൈപ്പ് ഒക്കെ വരുന്നില്ലേ, സിൽവർ, ഗോൾഡ്, റോസ് ഗോൾഡ്, ആ ഒരു ഒരെണ്ണം കാണിച്ചു തരാം. ഇതാണ് ടിഷ്യൂ ആണ് വരുന്നത്. ഇത് ഫുൾ ബോഡി ചെക്സ് ആണ് വരുന്നത്. കണ്ടോ, ഇതിന്റെ എല്ലാ വെറൈറ്റി ഉണ്ട്. ലൈൻസ് ഉണ്ടാവും, ചെക്സ് ഉണ്ടാവും, പ്ലെയിൻ ഉണ്ടാവും. ഏത് ബ്ലൗസും ആണെങ്കിലും വരാം. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല വരുന്നത്. അതെ, അത് നമുക്ക് 3-4 ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരു ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, കോപ്പർ ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. ഈ ഷെയ്ഡിന് എന്താ പറയാ, അത് ഈ ഒരു ഇത് മാൻ ഡിസൈൻ ആണ് വരുന്നത്. അല്ല, ഡിസൈൻ അതിന്റെ അടിയിലത്തെ എടുത്തേ, അതിന്റെ ഇപ്പഴത്തെ അതന്നെ. ഇത് ടിഷ്യൂ ആണ്, ടിഷ്യൂവിന്റെ പ്ലെയിൻ ആണ് വരുന്നത്. അപ്പൊ എന്താ അതിന് ഇതിനും കളർ വ്യത്യാസം? ഇത് കോട്ടൺ ആണ്, ഇത് ടിഷ്യൂ ആണ് വരുന്നത്. ടിഷ്യൂ ഇതിൽ ആഡ് ചെയ്തത് അല്ല, ഞാൻ ചോദിക്കണത് ഇതിലൊരു ഗ്രീൻ പോലെ ഉണ്ട്. ഇതിലത്തെ ടിഷ്യൂ എന്ന് പറയുമ്പോ അത് ക്വാളിറ്റി വ്യത്യാസമുള്ള ടിഷ്യൂ ആയതുകൊണ്ടാണ്. അതാണ് ഞാൻ എടുത്ത് നോക്കുന്നത്. അത് നല്ല ക്വാളിറ്റിയാണ്, ഇത് കുറച്ചുകൂടെ കുറഞ്ഞ ക്വാളിറ്റിയാണ്. അപ്പൊ നമ്മളെല്ലാം രീതിയിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിലുള്ള ഐറ്റം നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇത് നമ്മുടെ ലൈൻസ് വരുന്നതാണ്. ലൈൻസിലാണെങ്കിൽ നമ്മൾ മൾട്ടി കളർ ഇപ്പൊ ഒരു ബ്ലൂ കളർ ജസ്റ്റ് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് മൾട്ടി കളർ വന്നിട്ട് ലൈൻസ് വരുന്ന സെറ്റും ഉണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ളത് അല്ലേ? സിമ്പിൾ ആയിട്ട്. ഈ ഓണത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് പക്ഷെ ഞാൻ ഉടുത്തതാണ് കേട്ടോ ട്രെൻഡ്, വേറെ ഒന്നും നോക്കണ്ട. ഇതൊരു ഡിസൈൻ തന്നെയാണ്. അത് 1 ഫ്ലീറ്റ് ഇടാണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഉടുത്തത് കറക്റ്റ് ആയിട്ട് ഒരു ഡിസൈൻ കാണിക്കാൻ. ഇത് വേറൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സംഭവം കേട്ടോ. ഡിഫറെന്റ് കളേഴ്സിലും അവൈലബിൾ ആണ്. ഇത് സെറ്റ് മുണ്ടില് കോട്ടൺ. അതെ, കോട്ടൺ ആണ്. പക്ക കോട്ടൺ. നമ്മൾ ചെക്സ് കണ്ടില്ലേ, അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് വരുന്നു. കളർ ചേഞ്ച് മെറൂണും ബ്ലാക്കും വരുന്നു. വിത്ത് കസവ് ചെക്സ് ആണ് വരുന്നത്. അതെ, ഫുൾ ബോഡി ചെക്സ്, മൈക്രോ ചെക്സ് ആണ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഇത് നമുക്കൊരു 10 കളറുകളും ഉണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് 10 കളറെങ്കിലും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് സെറ്റ് മുണ്ടിന്റെ സെക്ഷൻ ആയിട്ടാ. പക്ഷെ ഇവിടെ കുറച്ച് മുണ്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ ട്രെൻഡ് ആയിട്ട് വരുന്നത് ഇത് ഈ ടൈപ്പ് ഉണ്ടോ, ഡിസൈൻ മുണ്ട്. ഈ പ്രശ്നം ഓണത്തിന് ആണുങ്ങൾ കൂടുതലേക്ക് നമ്മൾ വൈറ്റിനേക്കാളും കൂടുതൽ ഇതായിരിക്കും കൂടുതലായിട്ട്. ഇതുണ്ടോ, ഇങ്ങനെ വരുന്നുണ്ടോ? ഇത് ഇങ്ങനെ പകുതിക്ക് ഫേസ് വരുന്നത്, അതുപോലെ ഒരുപാടുണ്ട്. ഇത് ഇപ്പം
എന്താ തെയ്യത്തിന്റെ ഒരു ഡിസൈൻ വരുന്നതാണ് ഇത്. ആ. ഇതൊരു കഥകളിയാണ് ഫേസ് വരുന്നതാണ്. ആ. പിന്നെ ഇതൊരു എലിഫന്റ് ഗോൾഡൻ ഇതിൽ ചെയ്തിരിക്കുന്നത് എലിഫന്റ്. എലിഫന്റ്. ഓ അടിപൊളി. ഇതുണ്ട് എലിഫന്റിന്റെ ഒരു മൾട്ടി കളേഴ്സ് ലുക്കിൽ വരുന്നതാണ്. ഇതൊക്കെ പക്ക കോട്ടണിലല്ലേ വരുന്നത്? ഇതൊക്കെ ഒരു ഫ്ലൂറസെന്റ് ഇതൊക്കെ ഒരു രാത്രി റിഫ്ലക്ട് ചെയ്യും കേട്ടോ. ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. രാത്രി അങ്ങനെ മുങ്ങാൻ പറ്റില്ല. ഇതിനെ പറ്റിയിട്ടുള്ള ഷർട്ടുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഷർട്ടും കാണിച്ചു തരാം. പിന്നെ ഇതിപ്പോ ഡിസൈൻ ഇതുണ്ട് ഫുൾ ഇങ്ങനെ ചെയ്തേക്കുന്നുണ്ട്. ഒരു വൺ സൈഡ് പോലെ ഡിസൈൻ ഇങ്ങനെ ചെയ്തേക്കും. ഇതിന്റെ ലെങ്ത് ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. എനിക്ക് 5 അടിയുള്ളൂ. 5'3" ഉണ്ട് കേട്ടോ. അതെ. അപ്പൊ ഇത്ര ലെങ്ത് ഉണ്ട്. അപ്പൊ അത്ര അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ആളുകൾക്കൊക്കെ നല്ല സെറ്റ് ആവുന്നതാണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ ഇതിന്റെ ഡിസൈൻസ് ആണ് അവിടെ മൊത്തം ഇരിക്കുന്നത്. ഡിസൈൻസ് ഇരിക്കണം. തെയ്യം കണ്ടോ? ഓ ഇതൊക്കെ എന്താ പറയാ ബ്ലാക്കിലാണ് കൂടുതൽ. ബ്ലാക്കിലുണ്ട്. നമ്മുടെ ബ്ലാക്കിലാണ് കൂടുതൽ വരുന്നത്. കാരണം കൂടുതൽ എനിക്ക് ബ്ലാക്കിലായിരിക്കും വരുന്നത്. ഓക്കെ. ബ്ലാക്കിലല്ലാത്തതും വരുന്നുണ്ട്. പിന്നെ ഇതൊന്നും അല്ല പ്രിന്റ് ഒന്നും ഇല്ലാതെ നോർമൽ ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് മുണ്ട് കളർ മുണ്ടായിരിക്കും ഈ വരുന്നത്. ഇതെല്ലാം അങ്ങനത്തെ ടൈപ്പാണ് വരുന്നത്. കാവി കൈലി. അതെ കാവി കൈലി. പിന്നെ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ നോർമൽ കളർ മുണ്ടുകൾ. അതൊന്നും നോക്കിക്കോ. നിങ്ങൾക്ക് ഡിസൈൻസ് ജസ്റ്റ് അറിയാൻ വേണ്ടിട്ട് അതില് ചോപ്പ് ഞാൻ കണ്ടുപിടിച്ചു. ഇടയിൽ ഒരു ചോപ്പ് ഇതും ചോപ്പാണ്. പക്ഷെ ഇതിലൊരു ഡിസൈൻ ഉണ്ട് കണ്ടോ? അതെ. കണ്ടോ? ഡിസൈൻ വരുന്നുണ്ട്. അപ്പൊ കാണാത്ത കുറെ ഐറ്റം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വന്നത് ഇതൊക്കെ സാധാ പ്ലെയിനുമായിട്ടുള്ളതുണ്ട്. നോർമൽ ആയിട്ടുള്ള ടൈപ്പ്. ഓക്കെ. ഇനി ഈ ഒരു സെക്ഷൻ വരുമ്പോ എന്താ വരുന്നത്? ഇനിയിപ്പോ ഇത് സാരിയാണ്. നമ്മുടെ പവർലൂം ടൈപ്പ് ഓഫ് സാരീസ് വരുന്നതാണ് ഇത്. ഈ സാരി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കൊടുത്ത പോലത്തെ ചേച്ചി കൊടുത്ത ആ ടൈപ്പ് ഓഫ് സാരീസ് പറയുകയാണെങ്കിൽ അതിന്റെ വേറൊരു ഡിസൈനാണ്. ഇത് ഇതുണ്ടോ ചെക്സിൽ പീക്കോക്ക് ചെയ്തേക്കണം. ഇങ്ങനെ പീക്കോക്ക് ചെയ്തേക്കണം. ഇത് പിടിച്ചേ ഡിസൈൻ എങ്ങനെ കാണാണ്ട് പോകും. ചേച്ചി കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു വേറെ വെറൈറ്റി നമ്മൾ പറഞ്ഞത്. ശരിക്കും ഇത് അടിപൊളി ഒരു ഡിസൈൻ ആട്ടോ. ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ഇത് കണ്ടപ്പോ ഇത് അങ്ങനെ പക്ഷെ എനിക്ക് ഞാൻ കൊടുത്തത് തന്നെ ഇഷ്ടമായത്. അത് ഓരോരുത്തർക്കും ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഐറ്റം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നെ ജക്കാർഡ് ടൈപ്പ് ഓഫ് സാരിയാണ്. ജക്കാർഡ് അതും ബട്ടർഫ്ലൈയിലോ? പിന്നെ ഇടയിലിടയിൽ ബോർഡർ മാത്രമേ ഉള്ളൂ അല്ലെ? ബോർഡർ. ഓക്കെ. ഇത് മുന്താണ് ഇങ്ങനെ. ബോർഡറിൽ ഫുൾ ബട്ടർഫ്ലൈ ഡിസൈൻസ്. അതുപോലെ ഇത് ബോഡിയിൽ ഇങ്ങനെ ലൈൻസ്. ഓക്കെ. ഇത് ടിഷ്യൂ അല്ല കോട്ടൺ ആണ്. അപ്പൊ ഈ പവർലൂം ആയതുകൊണ്ടാണ് ആ ഒരു മാറ്റം. അത് ഈ ജക്കാർഡ് ആയതുകൊണ്ട്. ജക്കാർഡ് ആയതുകൊണ്ട് അപ്പൊ ചെറിയ ചെറിയ ടിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരും. ഇങ്ങോട്ട് വരാണെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ എത്ര ദൂരം ആയിക്കോട്ടെ നിങ്ങളുടെ പോലെ നമ്മളെടുത്ത് തരാം, സാധനം തരാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് സമയമൊക്കെ എത്ര മണി തൊട്ട് എത്ര മണി വരെ? നമ്മൾ രാവിലെ 9 മണി തൊട്ട് രാത്രി ഒരു 10 മണി വരെ ഉണ്ടാവും. 10 മണി വരെ ഉണ്ടാവും. അതിപ്പോ ഓണം അല്ലെങ്കിൽ നമ്മൾ നോർമലി 8 മണി 8:30 വരെ. ഇപ്പൊ എന്തായാലും ഈ ഒരു സമയം. ഇത് ജക്കാർഡ് വർക്കിൽ തന്നെ ഒരു മുന്താണി ഇങ്ങനെ വരുന്ന ഒരു ടെമ്പിൾ ഡിസൈനും ഫ്ലവറോട് കൂടി വരുന്നത്. ഓവറോൾ ഉണ്ട് അല്ലേ? ഓവറോൾ ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ ലൈൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ ബോർഡർ ആയിരിക്കും. പിന്നെ ഇതിന് വെയിറ്റ് ഉള്ളതിന്റെ ഇതിന്റെ കസവ് ഉള്ളത് കൊണ്ടനുസരിച്ചാണ്. അതെ, അല്ലാണ്ട് തുണിയാക്കി ഇത് ഭയങ്കര വെയിറ്റ് ആകുന്നില്ല. കസവ് എത്ര കൂടുതൽ വേണം അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വെയിറ്റ് കൂടാന്നാ പറയുന്നത്. ഇതൊരു ഡയമണ്ട് ഡിസൈൻ വരുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഹാൻഡ്ലൂമിൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഇപ്പൊ നമ്മൾ ഡയമണ്ടിന്റെ അത് കണ്ടില്ല, അതേ സ്റ്റൈലില് പവർലൂമിൽ ചെയ്തേക്കുന്നത്. എന്നാ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടി ആയിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ പിടിച്ചു ഫുൾ ഇങ്ങനെ തന്നെ ആയിരിക്കും സാരി ഓവറോൾ. ഇത് പല്ലുവാണ് വരുന്നത്. പല്ലുവിൽ അത്യാവശ്യം വർക്ക് ഉണ്ട്, അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട്. പിന്നെ ഫുൾ ബോഡിയിൽ തിരിച്ചു പിടിക്കണം. ബോഡി കാണിച്ചത് ഇത് ഫുൾ ബോഡിയാണ്, ഇങ്ങനെയാണ് വരുന്നത്. ആക്ച്വലി നമ്മളിപ്പോ അവിടുത്തെ ഒരു ഹാൻഡ്ലൂമിന്റെ റേറ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ വരുമ്പോൾ 600 ഒക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നോർമൽ പ്ലെയിൻ ആയിരിക്കും. അല്ലെങ്കിൽ ഡിസൈൻ വരുന്നതൊക്കെ ആണെങ്കിൽ ഒരു 800 ആ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതൊക്കെ നിസ്സാരം. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇത്രയും എന്താ പറയാ നല്ല ഷോളിന് ഇത്രയും നല്ലൊരു മുണ്ടുകടയിൽ ഇത്രയും റേറ്റ് കുറവിന് കിട്ടാന്ന് പറയണത് തന്നെ ഭാഗ്യം എന്ന് പറയാം. അതുപോലെ നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിനും ഇവിടെ ഗിഫ്റ്റിംഗ് പർപ്പസിന് കൂടുതൽ ആൾക്കാർ എടുക്കണം. ഇപ്പൊ ബർത്ത്ഡേ വരുമ്പോഴത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷന് ചെക്കന് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ നോർമൽ കസവല്ലാത്ത മുണ്ടുകളുണ്ടാവും. ഷർട്ടും മുണ്ടും കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഒരുപാടുണ്ട് അല്ലെ? ഓക്കെ, അടുത്ത ഡിസൈൻ എടുത്തോ. ഇതും നമ്മൾ അവിടെ കണ്ടു. അപ്പൊ ചേച്ചി ഇപ്പുറത്തേക്ക് നിന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് വേഗം ഒതുക്കി വെക്കാൻ പറ്റും.
ഇതൊരു ഹാൻഡ്ലൂമിൽ തന്നെ നമ്മൾ കണ്ടൊരു ഡിസൈനാണ് ലോട്ടസിന്റെ. ലോട്ടസിന്റെ അത് ഈ പ്രാവശ്യം പവർലൂം സാരിയിലോട്ട് നമ്മൾ മാറ്റി പവർ ലൂമിലും ആക്കിയിട്ടുണ്ടല്ലേ. ലോട്ടസ് പറയുമ്പോ എന്താ പറയാ ട്രെൻഡ് തന്നെയാണ്, എപ്പോഴും ട്രെൻഡ് തന്നെ ആയിരിക്കും. അതിൽ മാറ്റം ഒന്നുണ്ട്. ഇതുണ്ട്, ഇതിപ്പോ അതിന് പല്ലു മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബോഡിയിൽ ഇങ്ങനെ ചെറിയ ഡിസൈൻ. ഓക്കെ, അങ്ങനെ ഒരു നോർമൽ നമ്മൾ ഇത് ബോഡിയിലൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഹാൻഡ്ലൂമിന് പിന്നെ ഹാൻഡ്ലൂമിന്റെ ആ ഒരു ഇത് പോകുന്നില്ല. അത് തന്നെ ഹാൻഡ്ലൂം എടുക്കുന്നവർക്ക് അതിന്റെ എപ്പോഴും ആ ക്വാളിറ്റി നിൽക്കണം. അതെ, അതും കൂടി ഇവര് ശ്രദ്ധിക്കുന്നുണ്ടേ. പിന്നെ ടിഷ്യൂവിന്റെ ഇതൊരു പോൾക്ക ഡോട്ട്സ്. സാധാരണ എല്ലാവരും പോൾക്ക ഡോട്ട്സ് ഒക്കെ പവർ ലൂമിൽ ചെയ്യുമ്പോൾ എംബ്രോയിഡറി ഒക്കെയാണ് ചെയ്യുന്നത്. എംബ്രോയിഡറി അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് വെക്കും. ഇത് നമ്മളുണ്ട്, ഇത് വീവ് ചെയ്തേക്കുന്ന നമ്മൾ വീവ് ചെയ്തേക്കുന്നതാണ്. ഇത് വീവിംഗ് ആണ് അല്ലേ? വീവിംഗ്. ഇതിന്റെ പല്ലുവാണ്. പല്ലുവിലാണെങ്കിലും പോൾക്ക വരുന്നുണ്ട്. റിച്ച് പല്ലു അല്ലേ? റിച്ച് പല്ലുവാണ്, കുറച്ച് ഹെവിയാണ്. റിച്ച് പല്ലു തോന്നിക്കാൻ ഒന്നുകൂടി ടെമ്പിളുടെ ഡിസൈനും കൂട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും നോക്കണ്ട. പിന്നെ ബോഡി ഓവറോൾ ഈ ഒരു ഇത് ബോഡി വരുന്നതിനെക്കാട്ടി കുറച്ചുകൂടി വലിപ്പം കുറവായിരിക്കും, പക്ഷേ എലഗന്റ് ആയിരിക്കും. പിന്നെ ബ്ലൗസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഞാൻ വരുമ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളൊന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ, പാർക്കിന്റെ ബാക്ക് സൈഡിൽ ശ്രീഭദ്രാദേവി ടെമ്പിളിന് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോന്റെ ഒരു ഇൻട്രൊഡക്ഷന്റെ സത്യം പറഞ്ഞ കാര്യമില്ല, ആവശ്യമില്ല. അവർ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. എറണാകുളത്ത് നമ്മുടെ കസുവിന്റെ മാത്രം കട എന്ന് പറയുന്നത്, അത് ഹോൾസെയിലും റീറ്റെയിലും ഡീൽ ചെയ്യാന്ന് പറയുന്നത് വേറെ ഒരു ആരുമില്ല അല്ലേ? ഞാൻ പറയണതിൽ ഒരു കാര്യമില്ല, കാരണം ഓൾറെഡി ഇവർ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. മുണ്ട് കട. ഇത് ടിഷ്യൂലാണ് കാണിച്ചത്, ഇത്ര നമ്മൾ കോട്ടണിലല്ല കാണിച്ചത്. ഇത് ജക്കാർഡ് വർക്ക് തന്നെ. ജക്കാർഡ് വർക്ക് ഇത്ര കോട്ടൺ ആണ്. ഇത് ജക്കാർഡ് വർക്കിന്റെ ഇത് പല്ലു കാണിക്കാം ആദ്യം. ഇത് പല്ലുവാണ് ടിഷ്യൂല് ജക്കാർഡ് വർക്കിൽ. ഒരു ബ്ലാക്കിലാണ് ചെയ്തേക്കുന്നത്. ഇത് പല്ലുവാണ്. ഞാൻ ബോർഡർ കാണിച്ചു, നല്ല രസം ഉണ്ടാവും ബോർഡർ സാരി. ഇതിന്റെ ബോർഡർ ഉണ്ടാവും ബ്ലാക്കും, പിന്നെ ബോർഡറിനകത്തൊരു ഫ്ലവറും ചെയ്തേക്കുന്നത്. പിന്നെ ബോഡിയിലാണ് വേറെ ഡിസൈനാണ് ചെയ്യുന്നത്, മാംഗോ ഡിസൈൻ. രണ്ട് ഡിസൈൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഓരോ നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യും. നമ്മുടെ എല്ലാ സാരിയും അങ്ങനെ തന്നെയാണ് ചെയ്തത്. മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചെയ്തു. അതാണ് ഓരോരോ ഡിസൈൻസും ഓരോരോ സാരിയും യൂണിക് ആക്കുന്നത്. അതെ അല്ലെ, അത് ഒരു വ്യത്യസ്തത തന്നെയാണ്. പിന്നെ നമ്മള് അവിടെ ഹാൻഡ്ലൂമിൽ ചെറിയ ഫ്ലവർ ഉണ്ടല്ലേ, അതിന്റെ തന്നെ പിന്നെ ഈ ബോർഡർ ഇങ്ങനെ ഒരു മഞ്ഞ കളർ എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ബാലരാമപുരം ഹാൻഡ്ലൂം സ്റ്റൈൽ സാരിയാണ്. അതെ, അപ്പൊ അത് പവർ ലൂമിലും അങ്ങനെ നമ്മളിപ്പോ പവർ ലൂമിൽ ചെയ്യുന്നുണ്ട്. കാരണം കൂടുതൽ ആൾക്കാരെ എൻക്വയറി ഉണ്ട് അതിന്. അപ്പൊ നമ്മള് ഡിമാൻഡും ഉണ്ട്, എൻക്വയറി മാത്രമല്ല അതിന് ഡിമാൻഡും ഉണ്ട്. അപ്പൊ നമ്മളത് ചെയ്യുന്നു. പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു നിസ്സാരം അത്രേ ഉള്ളൂ. മുണ്ടുകട എന്ന് പറയാ അവർക്ക് കസു എന്നൊക്കെ പറയുമ്പോ നിസ്സാരം. ഇത് അങ്ങനെ ഒരു ഫ്ലവർ ആണ് ചെയ്യുന്നത്. ഇതിന്റെ പല്ലുവാണ് ചെയ്തേക്കുന്നത്. ബോഡിയിലുണ്ടോ ഇങ്ങനെ ഫുൾ ഫ്ലവർ ആയിട്ട്, ചെറിയ ഫ്ലവർ, വലിയ ഫ്ലവർ ഒന്നും അല്ല, അധികം ഡിസൈൻ. നമ്മൾ ടിഷ്യൂലൊക്കെ നേരത്തെ കണ്ടില്ല, അത്രയും വലുതൊന്നും അല്ല, കോട്ടൺ സിമ്പിൾ ആയിട്ട് വരുന്നത് അല്ലേ? ഇത് കറക്റ്റ് ആയിട്ട് പിടുത്തം പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് പിടിക്കേണ്ടത്. മടക്കാനും പഠിപ്പിക്കണ്ട കേട്ടോ ഇവിടെ. ഞാൻ പിടിച്ചത് കറക്റ്റ് ആയിരുന്നു. അതെ, മടക്കാനും വേണമെങ്കിൽ പഠിച്ചോ, നോക്കിക്കോ. ഇത് ഇങ്ങനെയൊക്കെ എന്തൊക്കെയായി പോയില്ലേ? അതൊക്കെ ചേച്ചി നോക്കിക്കോളും. ഇവിടെ ചേച്ചി നോക്കുക, കായായിട്ട് ഗംഭീരമായിട്ടുള്ള മടക്കാണ് അല്ലേ ചേച്ചിയെ? ബുദ്ധിമുട്ടായാ? എന്ത് ബുദ്ധിമുട്ട്? ഞാനിവിടെ ഫുൾ ടൈം ഉണ്ട്. നിങ്ങൾ വായോ, എത്ര കളക്ഷൻസ് വേണമെങ്കിലും കാണിച്ചു കൊടുക്കില്ലേ ചേച്ചി? ചേച്ചിക്ക് എന്താ പറയാനുള്ള, പ്രത്യേകിച്ച് നമ്മുടെ മുണ്ടുകടനെ കുറിച്ചിട്ട്? എല്ലാവരും ഞങ്ങളുടെ മുണ്ടുകടയിലേക്ക് വേഗം വരിക, അടിപൊളി സെലക്ഷൻ ഉണ്ട്. ഓണം സ്പെഷ്യലാണ്. സ്പെഷ്യൽ ആക്കണം നമുക്ക് മുണ്ടുകടയിൽ നിന്ന് മേടിച്ചിട്ട്. നമ്മുടെ ഒരു ലോട്ടസ് ആണ്. നമ്മൾ കുറച്ച് ഡാർക്ക് കളറിൽ പ്രിന്റ് ചെയ്തേക്കെ. പക്ഷേ ഡാർക്ക് കളർ പ്രിന്റ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം കുറച്ച് യങ്സ്റ്റേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ, കോളേജ് പിള്ളേർക്ക്, അവർക്ക് വേണ്ടി കോളേജ് ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഡാർക്ക് കളറിൽ അട്രാക്ഷൻ രീതിയിൽ ചെറിയ ലോട്ടസ് ചെയ്തേക്കുക. അതുകൊണ്ട് ഭയങ്കര ഗ്രാൻഡ് ആയിരിക്കും. അതും വെറും പ്ലെയിൻ സാരി അല്ല, സ്ട്രൈപ്സ് വരുന്ന സാരിയിൽ ചെയ്തേക്കുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. കണ്ടോ, ഫുൾ അട്രാക്ഷൻ ആയിട്ട്. ഇത് ചെറുപ്പം പിള്ളേർക്കുള്ളത്, ടീനേജുകാർക്കുള്ളത്. അതെ അതെ അതെ. ഏത് ഏജ് കാറ്റഗറിയിൽ വന്നവർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് വേറെ ടൈപ്പ് ഓഫ് ഫ്ലവർ ആണ്. ഇത് ബ്രഷ് പെയിന്റ് ആണോ? അല്ലല്ല, ഇത് പ്രിന്റ് തന്നെ, പക്ഷെ കുറച്ചുകൂടി ഗ്രാൻഡ് ആയിരിക്കും. കുറച്ചുകൂടി എടുത്ത് കാണിക്കുന്ന ഒരു പ്രിന്റ് പെയിന്റിംഗ് സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത് വാഷ് ചെയ്ത് അങ്ങനെ ഇത് ഒന്നും പോവില്ല, കംപ്ലൈന്റ് ഒന്നും കംപ്ലൈന്റ് വരില്ല. ഇതുവരെ അങ്ങനെ കംപ്ലൈന്റ് എനിക്ക് മുണ്ടുകണ്ടതിനെ കുറിച്ച് കേട്ടിട്ടില്ല. പിന്നെ വീണ്ടും നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ ഒരു മര്യാദയല്ലേ? അപ്പൊ അങ്ങനെ ഇതിന്റെ ബോഡി വരുന്നത് ഇങ്ങനെ ചെറിയൊരു ഫ്ലവർ പോലെ കേട്ടോ. ഇതല്ലേ ചെറിയൊരു ഫ്ലവർ, ഈ ഫ്ലവേഴ്സ് വരുന്നത്. പിന്നെ ഒരു ഇതിന് 2-3 സ്റ്റൈല് നമ്മുടെ ഉണ്ട്. കളർ ചേഞ്ചും ഉണ്ട്, വേറെ സ്റ്റൈലും ഉണ്ട്. പിന്നെ ഡിജിറ്റൽ പ്രിന്റ് നമ്മളിപ്പം ചെയ്തിട്ടുണ്ട്.
ഇതൊരു ബൊഗൈൻ വില്ലയുടെ ഡിജിറ്റൽ പ്രിന്റ് ആണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ തുണി. ടിഷ്യൂ ആയാലും നല്ല സോഫ്റ്റ് ആണ് വരുന്നത്. ഓവറോൾ നമുക്ക് മുന്താണിയുടെ പോർഷൻ ഇതാ വരുന്നത്. ബൊഗൈൻ വില്ലയുടെ ഡിസൈൻ ആണ്. ആ ഒരു ഡിസൈനില് എന്നാൽ നമുക്ക് നമ്മുടെ ഫേസ് വേണമെങ്കിലും ചെയ്തു തരുമോ? നമുക്കത് ചെയ്യാം. പെയിന്റിംഗ് എടുക്കാൻ നമ്മൾ ചെയ്തുതരാം. ഹാൻഡ് പെയിന്റിംഗിൽ നമ്മൾ ചെയ്തുതരാം. പക്ഷെ ടൈം എടുക്കും. അത് പെട്ടെന്ന് പറഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ നടക്കൂല. അതിന് കുറച്ച് ടൈം വേണം. പിന്നെ പ്രത്യേകിച്ച് സീസൺ സമയം ആകുമ്പോൾ പിന്നെ പറയേ വേണ്ട. അപ്പൊ അങ്ങനെ ഒരു ഇവിടെ എന്താ ഷർട്ടുകളൊക്കെ ഇരിക്കുന്നത്? ഷർട്ട് ഇതിന്റെ വരുന്നത് ഇത് നമ്മുടെ ഇപ്പം ട്രെൻഡ് ആയിട്ടുള്ള ടൈപ്പ് ഷർട്ടിന്റെ നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ. അത് ഈ ഓണം സീസൺ ആയിട്ട് പറയേ വേണ്ട. അത് എങ്ങനെയാ നമുക്ക് സൈസസ് ഒക്കെ വരുന്നത്? സൈസ് നമുക്ക് 32 തൊട്ട് 44 വരെ നമ്മളുണ്ട്. പിന്നെ 44ന് മുകളിലോട്ട് വേണ്ടവർക്കാണെങ്കിൽ സൈസ് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത് അടിപൊളിയായിട്ടുണ്ട് പ്രിന്റ് വൈസ്. ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞ ആണുങ്ങൾ വെച്ച് കാണിക്കണം. പക്ഷെ ഞാനിത് വെച്ച് കാണിക്കാന്നേ. നല്ല പ്രിന്റ് എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ടാണ്. നല്ല രസമായിട്ടുണ്ട്. ഇതിന് ഇപ്പൊ കോംബോ ആയിട്ട് വരുന്നതുകൊണ്ട്. ഓക്കെ. ആഹാ, കോംബോ കളക്ഷൻ വരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ, കോംബോ കളക്ഷൻ നമ്മൾ കൂടുതലും ബൈ ഓർഡർ ആയിട്ടാണ് ഇപ്പൊ എടുക്കാറുള്ളത്. ഇപ്പൊ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ സാധനം ഉണ്ടാവും. പക്ഷെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ഓഫീസിലേക്കും സ്കൂളിലേക്കൊക്കെ ഓർഡർ കൊടുത്ത് നമുക്ക് തരാറുണ്ട്. ഇപ്പൊ അതിന്റെയൊക്കെ പരിപാടിയാണ്. ഇതുണ്ടോ? അത് അതിന്റെ മാച്ചിങ് ആയിട്ട് വരുന്ന ഷർട്ടാണ്. ഷർട്ട് അപ്പൊ കളർ ചേഞ്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് വരണമെന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് കാണുന്നത്. ഞാൻ പിടിക്കാം. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ ഓണം തകർക്കുക. ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ തകർക്കുക? ഇപ്പൊ അതൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ആണുങ്ങൾക്ക് കൂടുതൽ വെറൈറ്റി, ആണുങ്ങൾക്കല്ല പെണ്ണുങ്ങൾക്ക് കൂടുതൽ വെറൈറ്റി. അത് ശരിയാവോ? അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും പെണ്ണുങ്ങള്? മുണ്ടില്ലാതെ ഷർട്ട് പ്രിന്റ് മാത്രം മതിയെങ്കിൽ സോ അവർക്കുള്ളതും ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ഇത് വേറെ കഥകളിയാണ്, വേറെ വൺ സൈഡ് അല്ലേ? വൺ സൈഡ് തന്നെ. ഇതൊക്കെ കുറച്ച് വെറൈറ്റിയും ഡിഫറെന്റ് ആണ്. അതുപോലെ കോട്ടൺ ആണ്, അതും കൂടി മെറ്റീരിയൽ കോട്ടണിലായിരിക്കും ചെയ്തേക്കുന്നത്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് ചെയ്ത് തരാം. സിൽക്കിൽ വേണമെന്ന് വെച്ചാൽ അതും ചെയ്ത് തരാം. പക്ഷെ കൂടുതൽ പോകുന്നത് കോട്ടൺ തന്നെയായിരിക്കും. പിന്നെ ഇത് ഒരു ഡിസൈൻ മുണ്ടാണ്. അത് അവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ എനിക്ക് ഈ ഒരു സ്റ്റിക്കർ വർക്ക് കാണിക്കണ്ട്. ഈ ഒരു പ്രിന്റ് ഇത് എന്ത് പോവാ? ഇത് സ്റ്റിക്കർ വർക്കിന്റെ ഒരു ഫ്ലവർ പ്രിന്റ് ആണ്. ഫ്ലവർ പ്രിന്റ് ആണ്. അത് ഓപ്പൺ ചെയ്താലേ കറക്റ്റ് ആ ലുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ? വൺ സൈഡ് അത് മതി, അത്ര തുറന്നാൽ മതി. ഇങ്ങനെ ഒരു ഡിസൈനിൽ ഇട്ടാ മറ്റേ കറുപ്പല്ല. കളർ ചേഞ്ച് ഉണ്ട്. ഞാൻ കളർ ചേഞ്ച് കാണിച്ചുതരാം. ഏത് കളർ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉണ്ടാവും. ഇത് ഫുള്ളും ഹാഫും എല്ലാം നമ്മുടെ സൈസിൽ നമ്മുടെ ഉണ്ടാവും. ഇതിപ്പോ ഇത്ര നേരം ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു വേറെ കളർ പിടിച്ചതാണ് കേട്ടോ. നല്ല ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതുപോലെ ഫുൾ സ്ലീവ് ഉണ്ട്, ഹാഫ് സ്ലീവ് ഉണ്ട്. സൈസസും അവൈലബിൾ ആയിരിക്കും. 46 വേണ്ടവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കും. ഇത് അതിന്റെ വൈറ്റ് നമ്മൾ കാണിച്ചായിരുന്നു? ഇല്ല, കാണിച്ചിട്ടില്ല. വൈറ്റ് ഇത് അതിന്റെ വൈറ്റിലാണ് വരുന്നത്. ബ്ലാക്കിലല്ലാണ്ട് വൈറ്റിലും ഉണ്ട്. അപ്പൊ കളറും ചൂസ് ചെയ്യാനുണ്ട്, പ്രിന്റും ചൂസ് ചെയ്യാനുണ്ട്, സൈസും ചൂസ് ചെയ്യാനുണ്ട്. ഇനി എന്ത് വേണം അല്ലേ? ഒക്കെ അടിപൊളിയാണ്. ഇങ്ങനെയാ വരുന്നത് അല്ലേ? നമ്മൾ നേരത്തെ ബ്ലാക്ക് കളറും കണ്ടിരുന്നു, പക്ഷെ ഇത് വൈറ്റിലാണ് ചെയ്തത്. ഇങ്ങനെ അതൊന്ന് പൊന്തിച്ചേ. അത് ഇങ്ങനെ വരുമ്പോഴാണ് നന്നായി കാണാൻ പറ്റുള്ളൂ. കണ്ടോ? വൈറ്റിൽ വേണ്ടവർക്ക് മാത്രം ഇട്ടോ, അല്ലെങ്കിൽ ബ്ലാക്ക് ആണ് കുറച്ചുകൂടി അല്ലേ? ഞാൻ പേഴ്സണലി എല്ലാരും ബ്ലാക്ക് ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. വൈറ്റ് അങ്ങനെ ആരും. അപ്പൊ എല്ലാരും ബ്ലാക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ആയിരിക്കും അല്ലെ? എല്ലാരും ബ്ലാക്ക് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെറൈറ്റി പിടിക്കുക. അപ്പൊ വൈറ്റിലേക്ക് കയറാം അല്ലേ? ഈ മുണ്ടിനെ കുറിച്ച് നമ്മൾ കാണിച്ചില്ല കേട്ടാ. ഈ മുണ്ട് ഇത് നമ്മളൊരു ഡിസൈൻ ചെയ്തേക്കുന്ന മുണ്ടാണ്. ഇതൊക്കെ മറ്റേ മുണ്ട. ഇതൊക്കെ അവിടെ മാറ്റട്ടെ. നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സെയിം സാധനത്തിൽ നമ്മൾ മറ്റേ കഥകളിയുടെ തല വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ കഥകളി ചെയ്യുന്നില്ല, മുത്തുക്കൊട, പീക്കോക്ക് അങ്ങനെ കുറച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അത് പൊന്തിച്ചേ. ഇതിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇത് കുറച്ച് ഒരു പ്രീമിയം രീതിയിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതെ, പ്രീമിയം രീതിയിലുള്ള മുണ്ടുകളായിരിക്കും ചെയ്യുന്നത്. ഇത് വെറൈറ്റി ആയിരിക്കും, നമ്മുടെ കയ്യിൽ മാത്രം ഉണ്ടാവുള്ളൂ. ഭയങ്കര ഡിഫറെൻറ്റ് ഈ മുണ്ടിൽ. അത് 100 അല്ല 101% ഉറപ്പിച്ച് പറയാന്ന്. അതൊരു ചലഞ്ചായിട്ട് എടുത്തത്. നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് നമുക്ക് ഉറപ്പിച്ച് വെക്കാം ഇത് എന്റെ ആണെന്നുള്ളത് അല്ലേ? അത് വേറെ സ്ഥലത്തേക്ക് പോവില്ല എന്നുള്ളത്. അപ്പൊ ഇത് ഹോൾസെയിൽ എടുത്തവർക്കാണെങ്കിൽ പോവും. അത് പറയാൻ പറ്റും നമ്മുടേതാണ്.
അങ്ങനെയാ ഹോൾസെയിൽ അപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര പീസ് വേണമെങ്കിലും ചോദിച്ചാലും കിട്ടും. നമ്മളൊരു 25 പീസാണ് നമ്മുടെ ഇതിൽ വരുന്നത്, എടുക്കേണ്ടി വരും, മിനിമം പീസ് എടുക്കേണ്ടി വരും ഹോൾസെയിൽ ആണെങ്കിൽ. അപ്പൊ റേറ്റ് അങ്ങനെ കുറച്ച് അതായത് MRP നമ്മൾ 25% ഡിസ്കൗണ്ട് ചെയ്യും. ഡിസ്കൗണ്ട് ചെയ്യും. അത് ബൾക്ക് എടുക്കുമ്പോട്ടാ. എടുക്കുമ്പോൾ അല്ലാണ്ട് 1-2 പീസിന്റെ കാര്യമല്ല പറയണത്. ഇതെന്തത്? ഇത് നമ്മൾ ആ ഒരു പ്രിന്റഡ് തന്നെ ഷർട്ടാണ് ചെയ്തേക്കുന്നത്. ഓ, ഷർട്ട് വിത്ത് മുണ്ട്. ഇതെന്തത്? ഫുൾ പ്രിന്റാ. ഒരു സൺഫ്ലവറിൽ തന്നെ. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് കേട്ടോ ചെയ്ത്. ഇങ്ങനെ ഉകിക്കൊള്ള പോട്ടെ, ഇങ്ങനെയായിരിക്കും ലുക്ക് അല്ലേ. അപ്പൊ ഇതില് എവിടെ നിന്നാലും കാണണം ഓണത്തിന്. ഉറിയടിയ സമയത്തും ഇത് വീണ് കഴിഞ്ഞാൽ പിടിക്കാനായിട്ട് ആൾക്കാർ അപ്പൊ ഇത് ഇട്ടിട്ട് കളിച്ചോ അല്ലേ. കളർഫുൾ ആണ്, എവിടെ നിന്നാലും കാണണം എന്നുള്ള സ്റ്റൈലാണ്. പിന്നെ ഈ സെക്ഷൻ വരുന്നത് ഞാനേ ഇപ്പൊ ഇവിടെ വരെ വന്നല്ലേ ഈ മൽക്കോട്ടനോടെ കുറച്ച് കാണിച്ചു. ഓ, അതുണ്ടാ മൽക്കോട്ടൻ ഇപ്പൊ എല്ലാരും ട്രെൻഡ് അല്ലേ മൽക്കോട്ടൻ. ഓ, അത് ഓണത്തിന് സത്യം പറഞ്ഞാൽ കസുവിനേക്കാളും വിട്ടിട്ട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സാരി കൂടിയാണ്. അത് മാത്രമല്ല ഇപ്പൊ എല്ലാരും കൂടുതൽ ഫോക്കസ് കേരള സാരിക്ക് ഫോക്കസ് ചെയ്യുന്നത് ഇതിലോട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, മൽക്കോട്ടനിലോട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ ആണെങ്കിൽ നമുക്ക് എൻക്വയറി വരുന്നത് കൂടുതൽ മൽക്കോട്ടന്റെ കളേഴ്സ്. അതിലെന്ത് സംഭവം വെച്ചാൽ മൽക്കോട്ടനിൽ കസവ് മാത്രമായിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കയ്യിൽ ഇതുണ്ട് ട്രഡീഷണൽ ആയിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഇത് ഫുൾ മൽക്കോട്ടൻ. മൽക്കോട്ടനില് ഇതുണ്ടോ ബുട്ടാസ് ചെയ്യുന്നതാണ്. കളർ വേണമെങ്കിൽ കളറും ഉണ്ട്, ബൂട്ടാസ് വേണമെങ്കിൽ. അപ്പൊ കോട്ടനും ടിഷ്യൂ വിട്ടിട്ട് ഇപ്പൊ മൽക്കോട്ടനുമിൽ കയറി. അതാണ് ഇപ്പൊ ട്രെൻഡിൽ പോണത്. അത് ഉടുക്കാൻ സുഖമായിരിക്കും. അതുകൊണ്ടാണ് ഡിസൈൻ ചെയ്തതൊന്നും മൽക്കോട്ടൻ അധികം ആരുടെ അടുത്തും ഉണ്ടാവില്ല, നമ്മുടെ അടുത്ത് ഇല്ല. മൽക്കോട്ടൻ കൂടുതലും ഞാൻ പ്ലെയിനിൽ ഇങ്ങനെ ബോർഡർ വർക്കാണ് കണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് സാധാരണ കോമൺ ആയിട്ട് കാണാറുള്ളതും കിട്ടാറുള്ളതും പുറത്ത് കിട്ടാറുള്ളതും. ഇതാണ് ഇങ്ങനെ മൾട്ടി കളർ. ഇത് ബോർഡർ ആണ് ശരിക്കും, വെയിറ്റ് ഉണ്ടാവില്ല. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് മൽക്കോട്ടൻ, നമുക്ക് അറിയാലോ. ഇങ്ങനെ തന്നെ വരും. ഇത് അതിന്റെ ബ്ലാക്ക് ആണ് വരുന്നത്, ഫുൾ ബ്ലാക്ക്. ഇത് ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു മൽക്കോട്ടൻ. ഇതല്ലാതെ കോമൺ ആയിട്ട് വരുന്ന സാരിയുടെ പോലത്തെ മൽക്കോട്ടൻ വരും. ഇതും പിന്നെ ട്രഡീഷണൽ ആയിട്ട് ഒരു റെഡ് ബോർഡർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു കളറിൽ മാത്രമായിട്ട് 10 കളർ വേണമെങ്കിൽ അതും ഉണ്ട്, 5 കളർ വേണമെങ്കിൽ അതും ഉണ്ട് മൽക്കോട്ടനിൽ. പിന്നെ മൽക്കോട്ടൻ നമ്മുടെ ഹൈലൈറ്റ് ചെയ്യുന്നത് വേറൊരു ഡിസൈനാണ്. ഇതുണ്ട് മൽക്കോട്ടനിൽ ഡിസൈൻ വരും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബുട്ടാസ് ഒക്കെ വരുന്ന ഒരു സംഭവമാണ്. ചെറിയ ബുട്ടാസും ഫുൾ ത്രൂ ഔട്ട് ഇത് തന്നെയായിരിക്കും. സാധാരണ ഇവിടെ കൂടുതൽ കേരള ട്രഡീഷണൽ വെയർ ആണ്. ഇപ്പൊ മൽക്കോട്ടൻ ട്രെൻഡ് ആയതുകൊണ്ട് നമ്മൾ അതും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇപ്പോഴത്തെ സൈഡ് വരുമ്പോ നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്നൊരു ഗ്ലിംസ് ഇങ്ങനെ ഓടിപ്പിച്ചോ. ഇതൊന്നും തൊട്ട് അറ്റം വരെ ഇപ്പൊ നമ്മള് കവർ ചെയ്തതില് ഒരു 5% പോലും ആയിട്ടില്ല. അത്രയും കളക്ഷൻസ് ഇവിടെ ഇനിയും കാണാനിരിക്കുകയാണ്. പിന്നെ ഗോഡൌണിലുണ്ട് നമ്മുടെ. അതെ, ഇവരെ ഗോഡൌൺ എന്ന് പറയുമ്പോ ഒരു വലിയ 2 നില വീടില് നിറച്ച ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നിറച്ച ഐറ്റംസാ. അത്രയും സാധനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. മൽക്കോട്ടന്റെ കളർ ചേഞ്ച് ആണ് ഇത്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ മൽക്കോട്ടൻ. ഇത് കളർ ചേഞ്ച് ഇത് കൂടുതൽ ചോദിച്ചു വരുന്നില്ല ആൾക്കാർ, കൂടുതൽ ഡിമാൻഡ്. നല്ല എൻക്വയറീസ് ഉണ്ട്. ഫോൺ കോൾ ഒരു ദിവസം 100 ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ 90 ഫോൺ കോളും മൽക്കോട്ടൻ ഉണ്ടെന്ന് ചോദിച്ചാണ്. അതിൽ ഏത് ഡിസൈൻ ഉണ്ട്, ഏത് കളർ ഉണ്ട്. ആൾക്കാർക്ക് മൽക്കോട്ടനിൽ വെറൈറ്റി തപ്പി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ല, ഇതുണ്ട് ഈ മഞ്ഞ ബോർഡർ ഒക്കെ ഉണ്ട്. ഇതുണ്ട് നല്ല ഡിഫറെന്റ് അല്ലേ. ഓ, മൽക്കോട്ടനിൽ തന്നെ. ഓക്കെ, ഇത് വിത്ത് ബ്ലൗസ് ആണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ ഈ ബ്ലൗസ് വരുമ്പോ ഏത് കളർ വരാം? ബ്ലൗസ് ആയിരിക്കില്ല, വിത്ത് ബ്ലൗസ് ആയിരിക്കില്ല വരുന്നത്. ഇത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് അല്ല അല്ല. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു കേരള ട്രഡീഷൻ വരുമ്പോ അതിൽ വിത്ത് ബ്ലൗസ് ഉള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇത്തിരി ബ്ലൗസ് ഉണ്ടാവും. അതാണ് അത് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ പിന്നെ എന്തായാലും ഉണ്ടാവല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് കടന്നാലോ? ഇതിലോട്ട് കിടക്കാം. നമുക്ക് വേണമെങ്കിൽ ഹാൻഡ്ലൂമിന്റെ സെക്ഷനിൽ എന്നാ ഒരു കാര്യം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങും. ഈ അറ്റം തൊട്ടേ ആ അറ്റം വരെ കാണുന്നത് മൊത്തം മുണ്ടുകൾ മാത്രമായിട്ട്, ആണുങ്ങളുടെ മുണ്ട്. അതിൽ പവറും ഹാൻഡ്ലൂം ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസ് ഉണ്ട്. എന്നാ ഇവിടെ ഡമ്മിൽ ഇട്ടിരിക്കുന്ന സംഭവം ഇതും കോംബോ ആണല്ലേ? ഇത് കോംബോ സെറ്റ് ആണ്. ഒരു കോംബോ സെറ്റ് തന്നെ. പക്ഷെ ഭംഗി ഞങ്ങളുടെ ഈ പെണ്ണുങ്ങളുടെ സാരിയാ കണ്ട. ഞാൻ ഇപ്പൊ കുറച്ച് മുണ്ട് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ വെഡിങ്ങിന് ഉപയോഗിക്കുന്ന കുറച്ച് കസവും മാത്രമുള്ള മുണ്ടുകളാണ് വരുന്നത്. ഇങ്ങനെ ജക്കാർഡ് മുണ്ടുകൾ, ഇപ്പൊ ട്രെൻഡ് ജക്കാർഡ് മുണ്ടുകളാണ്. അതുകൊണ്ടോ ഇത് കസവ് അങ്ങോട്ട് ഉദിച്ചു നിൽക്കുന്നില്ല. എന്നാൽ ഇതില് ഡിസൈൻസ് സിൽവർ ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്ന ഒരു കസവാണ്. ഗോൾഡും സിൽവറും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. ഇത് വേറൊരു സ്റ്റൈൽ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ കസവ് ജക്കാർഡ് മുണ്ടാണ്. ഇപ്പൊ ഡിസൈൻ മുണ്ടാണ് എല്ലാവർക്കും വേണ്ടത്. വെഡിങ്ങിന് എല്ലാവരും അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇത് വേറെ ഡിസൈൻ ആണ്. ഇത് ഹാൻഡ്ലൂമോ പവർലൂമോ ഇപ്പൊ കാണിക്കുന്നത്? ഹാൻഡ്ലൂം തന്നെയാണ്. ബാലരാമപുരം കേത്രി മുണ്ടാണ്. ഓക്കെ,
ഓക്കെ, ഇതില് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് തന്നെയുണ്ട്. പക്ഷെ ഇത് ഹാൻഡ്ലൂം ആണ്, ഡബിൾ മുണ്ടാണ്. ഡബിൾ മുണ്ടാണ്. ഒരു പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാം, വെഡിങ്ങിന് ഉപയോഗിക്കാം, അങ്ങനെ പല ടൈപ്പിന് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് കരയും കസൂടായിട്ട് വരുന്ന മുണ്ടുകളാണ് വരുന്നത്. ഇത് ഇവിടെ ഒന്ന് വന്ന് നോക്കിക്കോട്ടെ, ഫുൾ ഡിസൈൻസ് നമുക്ക് അടുത്ത് വന്നാലേ കറക്റ്റ് ആയിട്ട്. പിന്നെ അതിന്റെ കോമ്പിനേഷൻസും വരുന്നുണ്ട്. ഇതുണ്ട്, നല്ല കോമ്പിനേഷൻസ് ആണ്. ഇതൊക്കെ ഇതിന്റെ ഡിഫറെന്റ് ഡിസൈൻസ് ഒക്കെയാണ്, കളർ കോമ്പിനേഷൻ ആണ്. അതിന്റെ രണ്ട് പീസ്. പിന്നെ അതിന് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മുണ്ടുകളുണ്ട്. ജക്കാർഡ് മുണ്ട് ഡിസൈൻ വരുന്നുണ്ട്. ജക്കാർഡ് മുണ്ട് നമ്മൾ കസവ് കാണിച്ചില്ല, അത് കസവും കരയും കൂടെ വരുന്ന ടൈപ്പ് ഓഫ് ടൈപ്പ് ഉണ്ട്. അതിലത്തെ ഒരു 2 കളക്ഷൻ ഇപ്പൊ കാണിക്കാം. ഇതാണ് ഇതിന്റെ അതിന്റെ മൾട്ടി കളർ കോമ്പിനേഷൻ തന്നെയാണ്. കാരണം കൂടുതൽ ഇപ്പൊ മൾട്ടി കളർ ആണ് ആൾക്കാർ ഷർട്ട് വരുന്നത് അനുസരിച്ചല്ല ഇടുന്നത്. അപ്പൊ ഷർട്ടിലെ മൾട്ടി കളർ ആണ്. നിങ്ങൾക്ക് മാച്ചിങ് നോക്കല്. പിന്നെ ഇപ്പം വേറെ സംഭവം ചുട്ടിക്കര. ചുട്ടിക്കരയിൽ നമ്മള് മൾട്ടി കളറാണ് ചെയ്തേക്കുന്നത്. ഓ, ഇതിലും 2 ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ അതിന്റെ പുളിയിലക്കര മുണ്ട്. ഇതാകുമ്പോ ബോർഡർ വരില്ല, ചുട്ടിക്കരക്ക് ബോർഡർ വരില്ല. പുളിയിലക്കര വരുമ്പോ ബോർഡർ വരും. ഓക്കെ, ചെറിയ കര. ഈ ചുട്ടിക്കരയും എന്നിട്ട് പുളിയിലക്കരയിലും ചുട്ടി ഉണ്ടാവും, ഇതിലും ചുട്ടി ഉണ്ടാവും. പക്ഷെ ഈ കര പുളിയിലക്കര ഈ പുളിയിലക്കര വീതി മാത്രം ഉണ്ടാവും. വീതി മാത്രം ഉണ്ടാവും. അതാണ് നമ്മുടെ ട്രഡീഷണൽ മുണ്ടാണ്. ഓക്കെ, അതാണ് ആ മാറ്റം വന്നത്. ഓക്കെ, തരൂ ഞാൻ പിടിക്കാം. കാണിച്ചോളൂ. പിന്നെ വരുന്നത് അതിന്റെ അകത്ത് തന്നെ ഇങ്ങനെ കര മാത്രമുള്ള സ്റ്റൈലും. അതിൽ കസവ് ഉണ്ടാവില്ല, കസവ് ഉണ്ടാവില്ല, കര മാത്രമാണ് അത്. പക്ഷെ അതിനകത്ത് നമ്മൾ മൾട്ടി കളർ ചെയ്തിട്ടുണ്ട്, സാധാരണ പ്ലെയിൻ ടൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഷർട്ടിന് മാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഷർട്ടിന് മാച്ച് ചെയ്തിടാൻ പറ്റിയ ടൈപ്പാണ്. ഇത് ഫുൾ അങ്ങനെ തന്നെ കേട്ടോ. നമ്മുടെ ഈ ഇരിക്കുന്ന ഒറ്റ ഒരു സെക്ഷൻ തന്നെ 500-600 മുണ്ടുകൾ മാത്രമുണ്ട്. ഈ ഒരു സെക്ഷൻ മാത്രം, ബാക്കി ഇങ്ങോട്ട് വേറെ അടങ്ങുന്നു. ഇത് കസവ് മാത്രമുള്ള മുണ്ടാണ്. ഇതിപ്പം പല ടൈപ്പ് ഓഫ് കസവുണ്ട്. നമ്മുടെ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം, ഗിഫ്റ്റ് കൊടുക്കാൻ ഉപയോഗിക്കാം, വെഡിങ്ങിന് ഉപയോഗിക്കുന്ന ടൈപ്പ്. ഇത് അങ്ങനെ ഡിസൈൻ ഒന്നും ഇല്ലാത്ത കസവിൽ തന്നെ വെറൈറ്റികളുണ്ട്. ഇതെല്ലാം ബാലരാമപുരം കൈത്തറിയിൽ തന്നെ വരുന്നത് കേട്ടോ. ഇതെല്ലാം ബാലരാമപുരം കൈത്തറി തന്നെ വരുന്നത്. ഇതിന് പല വീതി ഉണ്ടാവും. ഇതുണ്ടോ, ചെറിയ വീതി തൊട്ട് ഏറ്റവും ടോപ്പ് വീതി വരുന്ന നമ്മുടെ ആ സെക്ഷനിൽ വരെ ഇരിപ്പുണ്ടോ. ഇതിപ്പോൾ ഇതിനകത്തിരിക്കുന്ന 2 ഇഞ്ച് വരെ മാത്രമേ ഉള്ളൂ. നമ്മുടെ 3-3.5 ഇഞ്ച് വീതി വരെ നമ്മുടെ കസവിന് വീതി വരുന്ന ബാലരാമപുരം കൈത്തറി മുണ്ടുകൾ നമ്മുടെ ഉണ്ടാവും. ഇതിന് കളർ വ്യത്യാസം. ഇത് പ്യുവർ വൈറ്റ് ആണ് വരുന്നത്, ഇത് ഓഫ് വൈറ്റിലാണ് വരുന്നത്. അതുകൊണ്ടാണ് കളർ വ്യത്യാസം. അല്ല, അങ്ങനെ ആൾക്കാർ ചോദിച്ചു നമ്മൾ കൂടുതൽ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുന്നവരുണ്ടാവല്ലോ, അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ സ്പെഷ്യൽ ചെയ്തേക്കുന്നത്. പിന്നെ ചില ആൾക്കാർ കോടി മുണ്ട് കൊടുക്കത്തില്ല, അവർക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ വൈറ്റ് കോടിയോട് ചിലർക്ക് ഒരു അലർജി. പിന്നെ നമ്മുടെ ധാവണി സെറ്റിന്റെ ഒരു സെക്ഷനാണ്, ചെറിയൊരു സെക്ഷനാണ് ധാവണി സെറ്റ്. ഈ ഒരു സെക്ഷൻ അതെ, ധാവണി നമ്മൾ കൂടുതലും ബൈ ഓർഡർ ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും, ഇനി കളക്ഷൻസ് ഇനി വരാനിരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ സെറ്റ് മുണ്ടാണ്. ഈ സെറ്റും ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് ഫുൾ കാണുന്നത് പവറും. ഇതിന്റെ ഡിസൈൻസ് ഒന്നും നോക്കി പോക്കോട്ടെ, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ കാണിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു പീസ് 2 പീസ് നമുക്ക് എന്തായാലും ഒന്ന് ധാവണി കാണിച്ചിട്ട് നമുക്ക് സെറ്റ് മുണ്ടിലേക്ക് പോവാന്നല്ലേ. ഒരു ധാവണി കാണിക്കാണ്ട് പറ്റില്ലാന്നല്ലേ. ധാവണി ഇതിന് തന്നെ വേറെ സ്റ്റൈലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിന് അൺസ്റ്റിച്ചഡ് ആയിരിക്കും കേട്ടോ ടോപ്പ് വരുന്നത്. ഓ, ഇത് കാണാൻ മാത്രം ഉണ്ട്. പ്രിന്റ് വരുന്നതാണ്. ഇതിങ്ങനെ വിരിച്ചു നിർത്തിയാലേ കാണത്തുള്ളൂ. ഇതിന്റെ പ്രിന്റ് കാണുമ്പോൾ അടിപൊളിയെന്നല്ലേ. ഇതിപ്പോ സാരിയിലും ചെയ്യാട്ടോ. സാരിയിൽ നമുക്ക് പ്രിന്റ് വേണേൽ ചെയ്ത് തരാം. അപ്പൊ അങ്ങനെ ധാവണി സെറ്റ് ഉണ്ട്. ഇതൊക്കെ ടീനേജുകാർക്ക് അല്ലെങ്കിൽ ബ്ലൗസ് പീസ് ആണ്. യെല്ലോ വരും, ഇങ്ങനെ വരും. ഇത് ടീനേജുകാർക്ക് അല്ലെങ്കിൽ ഇത് ആർക്കും ഉപയോഗിക്കാം, ഫ്രീ സൈസ് ആണ്. ടീനേജുകാർക്ക് കൊടുക്കാന്ന്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇനി നമുക്ക് കുറച്ച് സെറ്റ് മുണ്ടില് ഇതിപ്പോ ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇത് ആക്ച്വലി ഫുൾ പവർലൂം ആണ് അല്ലേ? പവർലൂം തന്നെയാണ്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റുകളായിരിക്കും വരുന്നത്. ഇതിൽ കസവ് ഉണ്ടാവില്ല. കസവില്ല, കസവിന്റെ ലൈൻസ് വരുന്നുണ്ട്. ഓ, ചെറിയ ലൈൻസ്, ബോഡി ഫുൾ ലൈൻസ് ആണ്. ഇതതിന്റെ മുന്താണിയാണ് വരുന്നത്. ഇതിലെ കസ വേറെ ബോർഡർ മുന്താണിയോ കസ ഒന്നും വരില്ല, പ്രിന്റ് കൊണ്ട് തന്നെ ആയിരിക്കും ബോർഡർ. കറക്റ്റ് ആണല്ലോ. നോക്കിയേ, ബ്ലൗസ് മാത്രം മതിന്ന്. അതെ. പിന്നെ ഇതുണ്ട്, കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിരുന്നു. ബോർഡറോട് ഇങ്ങനെ വരും, പ്ലെയിൻ ആയിട്ട് വരുമ്പോഴത്തേക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 2 ആൾക്കും മാച്ചായി. പച്ച ഇവിടെ മാച്ചായി, ചോപ്പ് ഇവിടെ മാച്ചായി. ഓക്കെ അല്ലേ? വേറെ ഡിസൈൻ കാണിച്ചിരുന്നു. ഇതുണ്ട്. ഇത് നമ്മൾ പെയിന്റിങ്, നമ്മൾ ഹാൻഡ്ലൂം മ്യൂറൽ പെയിന്റിങ് ഒക്കെ ചെയ്തില്ലേ, അതേപോലെ തന്നെ സ്റ്റൈലിൽ സെറ്റ് മുണ്ട് ചെയ്തേക്കാം. ഇത് മ്യൂറൽ പോലെ അതിന്റെ പ്രിന്റ് കേട്ടോ. മ്യൂറൽ ആകുമ്പോ കറക്റ്റ് ഉദിച്ച് നിൽക്കും. ഇത് ആകുമ്പോ പ്രിന്റ് ആകുമ്പോ ഒരു സട്ടലായിട്ട് നിൽക്കുന്നത്. പക്ഷെ അത് ലൈഫ് ഉണ്ടാവും. ഇതിന് ലൈഫ് ഉണ്ടാവും, പ്രിന്റ് അത്ര പെട്ടെന്ന് പോവില്ല. ഇതുണ്ടോ, അതിന്റെ ബോർഡർ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ചെറിയ കസവിലായിരിക്കും ചെയ്തേക്കുന്നത്. കുറച്ച് ഇതിങ്ങനെ ഏജ് കാറ്റഗറി ഒന്നുമില്ല. ഇത് ഏത് ഏജിനും ഉപയോഗിക്കാൻ പറ്റും. സെറ്റ് സാരി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്, ഏജ് കാറ്റഗറി ഒന്നുമില്ല. പിന്നെ ഇതൊരു
ഒരു ഫ്ലവർ വരുന്നതാണ്. ഈ ഫ്ലവറിന് എന്താ പേര് പറയാ? ആക്ച്വലി ഇതിന്റെ ഫ്ലവർ എനിക്ക് കറക്റ്റ് എനിക്കും അറിയില്ല. ഞാൻ എത്ര ആൾക്കാരോട് ബന്ദി എന്നൊക്കെ പറയാം. നമുക്കൊരു ഫ്ലവർ ആണ് ഓണമൊക്കെ അല്ലേ വരുന്നത്, ഇപ്പോൾ ഫ്ലവർ ഒക്കെ വരുന്നത്. അതായത് അങ്ങനെ ചെയ്യുന്നത്. ഇതും അങ്ങനെ തന്നെ ഒരു ബോർഡർ ഒക്കെ ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും ചെയ്തേക്കുന്നത് പുളിയിലക്കരയില്ല കേട്ടോ. പുളിയിലക്കരയില്ല ചെയ്യുന്നത്. പുളിയിലക്കര ആകുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ കളർ ഉണ്ട് കേട്ടോ. പുളിയിലക്കരയുടെ 10-12 കളറുകൾ നമ്മുടെ കയ്യിലുണ്ടാവും. പവർലൂമിലാണ് പുളിയിലക്കര. നമ്മൾ നേരത്തെ ഹാൻഡ്ലൂമിൽ കണ്ടില്ലേ, ഇത് പവർലൂമിൽ ചുട്ടിയില്ലാതെ വരുന്നതുണ്ട്. ഇത് ചുട്ടി ഉണ്ടാവില്ല. ഇതെന്റെ ബ്ലാക്ക് വരും. ഇതൊക്കെ കൂടുതൽ പ്രായമായിരിക്കും കൂടുതൽ. ഇതങ്ങനെ ഇതിലും അങ്ങനെ പ്രായമൊന്നുമില്ല. ഇപ്പം എല്ലാവരും ട്രെൻഡ് അനുസരിച്ച് തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ മുകളിലത്തെ മാത്രമല്ല അടിയിലും ഇഷ്ടം പോലെ ഉണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റീസിലുണ്ട്. അപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് നോക്കുക. ഇഷ്ടംപോലെ കളർ. കസ്റ്റമർ ആണോ? അല്ലേ, ഞാൻ പെട്ടെന്ന് കയറിപ്ലേ. ഓക്കെ. അപ്പോൾ ഇത് മാത്രമല്ല അപ്പുറത്തെ സൈഡും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് കാണുന്നത് നമുക്ക് സെറ്റ് മുണ്ടിന്റെ പവറും പിന്നെ പിന്നെ ഇതില് ലോട്ടസിന് പ്രിന്റ് ആണ് വരുന്നത്. പിന്നെ ഇതില് ഒരു ജക്കാർഡ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ടിഷ്യൂലും സെറ്റ് മുണ്ടിലും ജക്കാർഡ് വർക്ക് വരുന്നുണ്ട്. നിങ്ങളൊക്കെ ലോട്ടസിന്റെ പിന്നാലെ വെക്കും, ഞാൻ ഇതിന്റെ പിന്നാലെ പോകും. ഇതൊരു സെൽഫ് ഡിസൈൻ ഒക്കെ സത്യം. ഇത് ഒരു വെറൈറ്റി തന്നെയാണ്, ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഒന്നും പറയാനില്ല. ഇതിന് സെൽഫും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എത്ര ഒരു ഡിഫറെന്റ് ആണ്. സിൽവറും ബ്ലാക്കും കോംബോ. ഇത് ബോർഡർ മാത്രല്ല, എന്തൊക്കെയോ ബോഡിയിൽ സെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഒരു ഷൈനിങ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കറക്റ്റ് ആയിട്ടുള്ളത്? അപ്പൊ ഇതൊരു ഹൈലൈറ്റ് തന്നെയാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ അവര് വന്ന് നോക്കട്ടെ അല്ലേ? എല്ലാവരും വന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഞങ്ങൾ കാര്യമായിട്ട് ഉടുത്തൊരുങ്ങി നിന്നിട്ട് വായോ സെറ്റ് സാരിയാണല്ലേ, മുല്ലപ്പൂ ഒക്കെ ചൂടി. ഈ സാരിയുടെ പ്രത്യേകത എന്താ? ഇത് ശരിക്കും നമ്മൾ ജക്കാർഡ് വർക്കില്ല, ഹാൻഡ്ലൂം പോലെ തന്നെ ചെയ്തെടുത്തേക്കുന്നതാണ്. അതിന്റെ ബോർഡർ ഒക്കെ ഉണ്ടോ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യും. ദൂരത്ത് നിന്നാണെങ്കിൽ ഇതിന്റെ ബോർഡർ എടുത്ത് കാണിക്കും. ഇതാണ് ശരിക്കും മലയാളി മങ്ക എന്ന് പറയുന്നത്. എത്ര വർക്ക് ചെയ്താലും ഒരു സിമ്പിൾ, ഒരു കര, ഒരു പ്ലെയിൻ ബ്ലൗസ്, ഇതൊക്കെയാണ് കറക്റ്റ്. പിന്നെ പോരാത്തതിന് ഒരു മുല്ലപ്പൂവും. എനിക്ക് വയ്യ. ചേച്ചിയുടെ പേര് മറന്നു. നിഷ. അപ്പൊ ഇതേപോലത്തെ വെറൈറ്റീസും അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രിന്റ് ആയിട്ടുള്ളതും, ഇത് ആർഭാടായി പോയി, ഇത് സിമ്പിളായി പോയി. എല്ലാം റേഞ്ച്, എല്ലാം കാറ്റഗറി വൈസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. കുട്ടികൾക്കുള്ള കളക്ഷൻസും ഇവിടെ ഉണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് വീഡിയോ ഓൾറെഡി ലെങ്ത് ആയി. പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്. പിന്നെ മെൻസിന്റെ ഒക്കെ കണ്ടുല്ലോ. ഇനി കറക്റ്റ് ലൊക്കേഷൻ ഒന്നും നമുക്ക് പറഞ്ഞു. നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം എടപ്പള്ളി ചെങ്കമ്പുഴ പാർക്കിന്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. ബാക്ക് സൈഡിൽ ശ്രീഭദ്രാദേവി ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. മുണ്ടുകട എന്നുണ്ട്, അന്ന് തൊട്ട് ഷെൽമി ഇവിടെ ഉണ്ട്. കാരണം ട്രെൻഡ് എവിടെയുണ്ട് അവിടെ ഷെൽമി ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാറുണ്ട്. മുണ്ടുകട എവിടെയുണ്ട് അവിടെ ഷെൽമി അല്ല, ട്രെൻഡ് എവിടെയുണ്ട് അവിടെ ഷെൽമി ഉണ്ട്. മുണ്ടുകടയിൽ നമ്മള് ഒരു 8-6-7 വർഷമായിട്ട് നമുക്ക് ട്രെൻഡ് ഉണ്ട്, അതുകൊണ്ട് ഷെൽമി ഉണ്ട്. എന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഡീറ്റെയിൽ ആയിട്ട്. ഇനി കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് ഇപ്പോഴും കസ്റ്റമേഴ്സ് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തിട്ട് ആ സാധനം ഉണ്ട് ഈ സാധനം ഉണ്ടെന്ന് ഇപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾക്ക് അന്ന് ചെയ്ത ഡിസൈൻസൊന്നും നമ്മളിപ്പോൾ ചെയ്യാറില്ല. നമ്മളൊക്കെ പലരും പറയുമ്പോഴത്തേക്ക് അവർ കസ്റ്റമൈസ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ കുറേ ചീത്തൻ പറയാറുണ്ട്. ഈ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് ആ സെയിം ഡിസൈൻ തന്നെ തരുമോ? അതെന്താ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത തന്നൂടെ? അത് ഡിമാൻഡ് അനുസരിച്ച് ആ സമയത്ത് വിറ്റുപോകും. പിന്നെ നമുക്കതൊരു ഡിമാൻഡ് വരുമ്പോൾ മാത്രമേ ചെയ്ത് വെക്കാൻ പറ്റും. അത് പിന്നെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സ്ക്രീനിൽ നമ്പർ ഉണ്ട്, വിളിച്ച് ചോദിക്കാം. പിന്നെ നമ്മൾ മിസ് ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ട് ഇവിടെ. മുണ്ടുകട എന്ന് പറയുമ്പോ അല്ലേ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മുടെ മാളും പിന്നെ മാളൂലെ അമ്മയും രണ്ടാളെയും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ. എന്തായാലും അവർ തിരക്കിലാണ്. മാളു പിന്നെ ഇവിടെ ഇല്ല, ഓസ്ട്രേലിയയിലാണ്. അതുപോലെ അമ്മ ബിസിയാണ്, കുറച്ച് പർച്ചേസിങ് കാര്യങ്ങൾ അങ്ങനത്തെ തിരക്കിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു വിഷമമുണ്ട്. ആ വിഷമം നമുക്ക് അടുത്ത വീഡിയോയിൽ പരിഹരിക്കാം അല്ലേ? അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണാം. ശരി, അപ്പൊ ബൈ.